Good afternoon. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Okay, നിങ്ങൾ prayer എല്ലാം കഴിഞ്ഞോ? Good afternoon, ma'am. Good afternoon. Prayer എല്ലാം കഴിഞ്ഞിരുന്നോ? ഇല്ല മാം കഴിഞ്ഞിട്ടില്ല. Okay, please. Prayer ഒക്കെ സ്റ്റാർട്ട് ചെയ്യാട്ടോ, കുഴപ്പമൊന്നുമില്ല. വെയിറ്റ് ചെയ്യണം. Okay, ma'am. More about Jesus would I know, more of His grace to the show, more of His saving fullness see, more of His love who died for me. More about Jesus, more about Jesus, more of His saving fullness see, more of His love who died for me. More about Jesus, let me learn. More of His holy will discern. Spirit of God, my teacher be, showing the things of Christ to me. More about Jesus. More about Jesus. More of His saving fullness see, more of His love who died for me. സോജി എന്നല്ലേ പേര്? അതെ മാം. നല്ല സൂത്തിങ് വോയിസ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഇംഗ്ലീഷ് തന്നെയാണോ, വേറെ വല്ല ലാംഗ്വേജ്? ഇംഗ്ലീഷ് ആണ് മാം, ഇംഗ്ലീഷ് ആണ് മാം. താങ്ക് യു മാം, താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? യെസ് പ്ലീസ്. ഗുഡ് ആഫ്റ്റർനൂൺ ജിഷ മാം. ഒരുപാട് നാളിന് ശേഷം ജിഷ മാമിനെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. വളരെയധികം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ജിഷ മാമിനെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മാം. Good afternoon, ma'am. Thought of the day ഞാനാണ്. Be like a bee. Stay focused, work hard, and make something sweet. Today, May 20th, World Bee Day. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഞാൻ വന്നില്ലായിരുന്നു തോന്നല്ലേ നിങ്ങൾക്ക്? 2 ക്ലാസ്സായി മാമിനെ കണ്ടിട്ട്. ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു, മാം അതെ. എക്സാമിന് പോയിരിക്കാന്ന് പറഞ്ഞു. മോളുടെ കാര്യത്തിൽ മോൾക്ക് എന്താ രണ്ടും ബാംഗ്ലൂരായിരുന്നു പോകേണ്ടത്. മോളുടെ എക്സാമിനും പിന്നെ അവളുടെ ഒരു അഡ്മിഷന്റെ കാര്യത്തിന് വിസ പ്രോസസ്സിന് വേണ്ടിയിട്ടായിരുന്നു പോയത്. പക്ഷെ നെക്സ്റ്റ് വീക്ക് വീണ്ടും പോകേണ്ട വരും. പേപ്പറും കൂടി ശരിയാവാനുണ്ട്, അപ്പൊ അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പോകേണ്ട വരും. പക്ഷെ എന്നാലും ഞാൻ പോയി അവിടെ എത്തി അന്ന് വൈകിട്ട് തന്നെ തിരിച്ചു. അതായത് കണ്ടിന്യൂസ് 2 ദിവസം ബസ്സിലായിരുന്നു ഉറക്കം. അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. വന്ന അന്ന് തന്നെ ക്ലാസ് എടുക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ ഇൻ ബിറ്റ്വീൻ മിസ്സായത് നിങ്ങളുടെ ക്ലാസ്. ഒരു വെനസ്ഡേ ആണ്. ഇങ്ങനെ ട്യൂസ്ഡേ ഈവനിങ് പോയി, വെനസ്ഡേ മോർണിംഗ് അവിടെ എത്തി, വെനസ്ഡേ ഈവനിങ് അവിടെ യാത്ര അയച്ചു. അപ്പൊ ആ വെനസ്ഡേത്തെ ക്ലാസ് ആണ് പോയത്. എനിവേ, ഡെഫിനറ്റ്ലി ഐ വിൽ കോമ്പൻസേറ്റ്. ഞാൻ അങ്ങനെ ശ്രമിക്കാം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ. ഓക്കെ, നമ്മൾ എവിടം വരെയായി? PFA പറഞ്ഞു. അതില് 7 പോയിന്റ്സും പിന്നെ 3 റിക്കവറി ടേംസും ഇല്ല, അതും പറഞ്ഞു. ഏതാണ് എനിക്ക് മനസ്സിലായില്ല. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡില് ആ 7 പോയിന്റ്സ് പറഞ്ഞു. പിന്നെ ആ 3 പോയിന്റ്സ് അതുവരെ പറഞ്ഞു. മിസ്സേ, അത് എക്സാമിനുള്ള പോർഷൻ തന്നെയാണോ? എക്സാമിനുള്ള പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ PFA എടുത്തത് കൊണ്ട് അതിൽ നിന്നൊരു 2 ക്വസ്റ്റ്യൻ എപ്പോഴും എക്സാമിന് ചോദിക്കും. മോക്ക് ടെസ്റ്റിൽ കുറെ ക്വസ്റ്റ്യൻ തന്നിട്ടുമുണ്ട്, PFA കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യനേ വരുള്ളൂ ആ മോക്ക് ടെസ്റ്റിന് വന്നിരിക്കുന്നതെന്ന് മാത്രം. അതിൽ കൂടുതൽ PFA ചോദിക്കാനില്ല. എക്സാമിന് 2 ക്വസ്റ്റ്യൻ ഒക്കെ ഇടാറുണ്ട്. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല. പിന്നെ എന്നാലും PFA നമ്മുടെ ഉള്ളിലേക്ക് കയറിയ ഒരു ടോപ്പിക്, നമ്മുടെ ഓൾറെഡി നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള കാര്യങ്ങളാണ്. വിഷമിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്രയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് PFA അത്ര പ്രശ്നമായിട്ട്
ടഫായിട്ട് തോന്നില്ല. എന്താ പറയാ, നമ്മൾ ഈ കാണാതെ പഠിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയല്ലേ നമുക്ക് ഇത്തിരി ടഫായിട്ട് തോന്നുള്ളൂ. നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നതൊന്നും നമുക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ക്വസ്റ്റ്യൻസ് എല്ലാം ആ രീതിയിലായിരിക്കും. നിങ്ങളത് ശരിക്കും ആ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ പോയിട്ടുണ്ടെങ്കിൽ എക്സാമിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കുട്ടികളെ പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്, അങ്ങനെ ക്ലാസ്സിലിരുന്ന് കേട്ട ഒരു ഓർമ്മ വരുവാണ് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ. കാരണം അത്രയും നമ്മൾ ആഴത്തിൽ ഇത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് PFA കുറച്ച് ഭാഗങ്ങളും കൂടി ഇനി ബാക്കിയുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, പാർട്ട് 1 ഇപ്പൊ ഓൾമോസ്റ്റ് തീരുവോ? PFA കൂടെ ഞാൻ എടുത്തു കഴിയുമ്പോൾ പാർട്ട് 1 എല്ലാ ചാപ്റ്ററും കഴിയും? ഇല്ല, തേർഡ് ചാപ്റ്റർ ഉണ്ട്. തേർഡ് ചാപ്റ്റർ ഏതായിരുന്നു? ഫുഡ് ന്യൂട്രീഷൻ. അതന്നെ, അശ്വതി മിസ്സിന്റെ ഒരു ചാപ്റ്റർ മിസ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. പാർട്ട് 2 ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തോ? അപർണ മിസ് 2 ചാപ്റ്റർ കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും കഴിഞ്ഞു. നമ്മള് 7 ടീംസ് പറഞ്ഞിരുന്നു. PFAയുടെ മെയിൻ ആയിട്ടുള്ള 7 ടീംസ് പറഞ്ഞിരുന്നു. എങ്ങനെ ഒരാൾക്ക് നമ്മൾ ആ പ്രാക്ടിക്കൽ കെയർ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളും എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും ഫോളോ അപ്പ് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ 3 ഹെൽപ്ഫുൾ ഫാക്ടേഴ്സ് അത് പറഞ്ഞോ? ലോങ് ടേം റിക്കവറി 3 ഫാക്ടേഴ്സ് പറഞ്ഞു. 3 ഹെൽപ്ഫുൾ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ പറഞ്ഞു. എപ്പോഴും അവരെ സേഫ് ആൻഡ് കാം ആയിട്ട് വെക്കുക, അവരുടെ പ്രിയപ്പെട്ടവരുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തുക, പിന്നെ അവർ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ കേപ്പബിൾ ആക്കുക, പിന്നെ അവർക്ക് കിട്ടാവുന്ന സപ്പോർട്ടുകളിലേക്കൊക്കെ അവരെ കണക്ട് ചെയ്യിക്കുക. ഇതായിരുന്നു 3 ഫാക്ടേഴ്സ് ലോങ് ടേം റിക്കവറിക്ക്. ഇതിൽ ഏതെങ്കിലും ഒന്നും അവർക്ക് കിട്ടാതെ വരുമ്പോൾ തന്നെ അവരങ്ങ് ഡൗൺ ആയി പോകും. പിന്നെ ജസ്റ്റ് ലൈക്ക് ഡെസ്പെയർ, നിരാശ പോലെ ആവും. ഇനി എങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു PFAയുടെ സപ്പോർട്ട് വേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ്. അത് പറഞ്ഞിരുന്നോ? അതും കുറച്ച് പറഞ്ഞു മാം. തുടങ്ങാം. അതായത് വളരെ ആ സമയത്ത് അനീഷ് മോഹൻ സാർ എന്റെ സാറിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അല്ലെ? ആ സമയത്ത് സാർ ഇങ്ങനെ ട്രെയിൻ ആക്സിഡന്റ് ആയത് സാറിന്റെ അതൊക്കെ പറഞ്ഞിരുന്നു. അത് ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറീസ് വരുമ്പോൾ, അത് ജീവന് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ചില ആക്സിഡന്റ്സിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അപകടങ്ങളിലൂടെയൊക്കെ ഇഞ്ചുറീസ് ഒക്കെ വരുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് അതിന്റെ പെയിൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ബോഡിയുടെ ഏതെങ്കിലും ഭാഗം ഡിഫോം ആയി പോയിട്ടുണ്ടാകാം, ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇനി ഞാൻ എന്തിനു ജീവിക്കണം? കാരണം നോർമൽ ലൈഫിൽ ജീവിച്ചിരുന്ന ഒരാൾക്ക് പിന്നെ നോർമൽ അല്ലാത്ത രീതിയിൽ ജീവിക്കേണ്ടതായിട്ട്, ഒരു കാലില്ലാതെ ജീവിക്കേണ്ടി വരിക, ഒരു കൈയില്ലാതെ ജീവിക്കേണ്ടി വരിക, കണ്ണിന് കാഴ്ച പോവുക, അങ്ങനത്തെയൊക്കെ അവസ്ഥ വരുമ്പോൾ പിന്നെ ഒരു നിരാശയായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ PFA പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ അവര് ഈ പറയുന്ന പോലെ ജീവിക്കണ്ട, ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത്, അത്രയും കാലം വളരെ ആഘോഷിച്ച് ജീവിച്ചവരായിരിക്കും. ഈ ഒരു ബ്ലെസ്സിങ്സ് കിട്ടിയ ഇതൊക്കെ അങ്ങനെ ആഘോഷിച്ച് ജീവിച്ചവരായിരിക്കും. പെട്ടെന്നായിരിക്കും ഇങ്ങനെ ഒരു അപകടം പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ PFA പ്രൊവൈഡ് ചെയ്യണം. പിന്നെ വളരെ അപ്സെറ്റ് ആയിട്ടുള്ള ആൾക്കാര്, സ്വന്തം കാര്യം നോക്കാൻ പറ്റാതെ, കുട്ടികളെ നോക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിച്ച് അതിന്റെ ഷോക്കില് അപ്സെറ്റ് ആയിട്ടുള്ള ആൾക്കാര്, ഇവർക്കും PFA പ്രൊവൈഡ് ചെയ്യണം. അതും ഞാനൊരു കേസ് പറഞ്ഞിരുന്നു അല്ലെ? പ്രഗ്നന്റ് ആയ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നോ? ഇല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിങ്ങനെ ഇത് ആളുകളെ കേൾക്കുന്ന ഒരാളാണെന്ന് ഇങ്ങനെ അറിഞ്ഞിട്ട് എനിക്കറിയാവുന്ന ഒരു മാം എന്നോട് പറഞ്ഞു, ഒരു വീടുണ്ട്, അവിടെ നമുക്കൊരു ദിവസം ഒന്ന് പോകണം. അപ്പൊ അവിടുത്തെ ഒരു പട്ടാളക്കാരനാണ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ അത് പറഞ്ഞതാ. അതെ, യെസ്. അപ്പൊ ആ കേസ് അങ്ങനെ വന്നപ്പോ കുട്ടിയെ നോക്കുന്നില്ല, സ്വന്തം കാര്യങ്ങൾ നോക്കുന്നില്ല, അങ്ങനെ ആ കുട്ടി സൂസൈഡ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലെ? പിന്നെ അതുപോലെ തന്നെ സെൽഫ് ഹാം ചെയ്യാനായിട്ട് അങ്ങനെയുള്ളവര് സ്വന്തം ചില അതിങ്ങനെ സൈക്കാട്രിക് പ്രോബ്ലം ഉള്ള ചില ആൾക്കാരുണ്ടാവും. അവരെ തന്നെ മുറിവേൽപ്പിച്ച് രസിക്കും, ആ പെയിൻ രസിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ ചിലപ്പോൾ സബ്സ്റ്റൻസ് യൂസ് ഒക്കെ ചെയ്യുന്നവരായിരിക്കും. ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് അതിന്റെ ഒരു ട്രിഗറിൽ അവരുടെ തന്നെ കൈ മുറിക്കുക, അങ്ങനത്തെ ഒക്കെ പെയിനിൽ ആനന്ദം കണ്ടെത്തുന്ന ആൾക്കാരുണ്ടായിരിക്കും. അല്ലാതെ തന്നെ ജീവിതം നിരാശ പോലെ ആയിട്ട് സൂസൈഡ് ചെയ്യുന്നവരുണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹാം ചെയ്യുന്നത്, അതും ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ അങ്ങനെ ഹാം ചെയ്യുന്നവരുണ്ടാകും. അത് പിന്നെ കുട്ടികളും കൗമാര പ്രായക്കാരും, അഡോളസൻസ്, അതായത് കെയർ ഗിവേഴ്സിൽ നിന്ന് സെപ്പറേറ്റഡ് ആക്കപ്പെട്ട കുട്ടികളും. പലപ്പോഴും ഉണ്ടാകുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആവുന്നു,
എനിക്ക് നേരിട്ട് അറിയാവുന്ന കുറെ കേസസിലെ സംഭവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ അഡോളസന്റ് ഗ്രൂപ്പിൽ ഇന്റർവെൻഷൻ നടത്താൻ പോകുമ്പോൾ ആ കുട്ടികളൊക്കെ ബ്രോക്കൺ ഫാമിലീസ് എന്നുള്ളവരായിരിക്കും ഒട്ടുമിക്കവരും. അതായത് അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയി കഴിയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛൻ വേറെ കല്യാണം കഴിക്കും, അമ്മ വേറെ കല്യാണം കഴിക്കും. അപ്പൊ കുട്ടി ഒരു ബാധ്യതയാകും. എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇതെന്നുള്ളവരായിരിക്കില്ല. അപ്പൊ കുട്ടി ഒരു ബാധ്യതയായിരിക്കും. അപ്പൊ കുട്ടി ഇവര് ഒന്നല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിന്റെ വീട്ടിൽ നിർത്തും, അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ആരുടെയെങ്കിലും വീട്ടിൽ നിർത്തും. അപ്പൊ നല്ലൊരു അന്തരീക്ഷം ആയിരിക്കണം എന്നില്ല കുട്ടി നിൽക്കുന്ന വീട്. അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുട്ടിക്ക് എപ്പോഴും അച്ഛന്റെ അമ്മയുടെയും പഴി കേൾക്കൽ ഉണ്ടാവും. അച്ഛനെയും അമ്മേനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ റിലേറ്റീവ്സ് സംസാരിക്കും. ചിലപ്പോൾ കുട്ടിയെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കും. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടി അങ്ങനെയുള്ള വീടുകളിൽ അനുഭവിക്കും. അങ്ങനെയുള്ള കുട്ടികൾ, പ്രത്യേകിച്ചും അഡോളസൻസ് കൗമാര പ്രായക്കാരായ കുട്ടികൾ എന്ന് പറയുമ്പോൾ അപ്പൊ ഫ്രസ്ട്രേഷൻ ആയിരിക്കും. കാരണം അച്ഛന്റെ അമ്മയുടെയും ഇത് ഓർക്കുമ്പോ, പിന്നെ ആരുടെയെങ്കിലൊക്കെ വീട്ടിലിങ്ങനെ നിൽക്കേണ്ട ഒരവസ്ഥ, ഒരു വല്ലാത്തൊരു ഗതികേട് പോലെ ആയി പോലെ. പിന്നെ അവിടത്തെ ഏതെങ്കിലും ഫാമിലി മെമ്പറിൽ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഉപദ്രവമാകാം, കുട്ടിയെ കൊണ്ട് പണിയെടുപ്പിക്കാം, സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യാം, അങ്ങനെ പല രീതിയിലുള്ളത്. അപ്പൊ അങ്ങനത്തെയൊക്കെ കുട്ടികളെയും അഡോളസൻസ് ആയിട്ടുള്ളവരെയും അവരെയൊക്കെ ശരിക്കും നമ്മൾ കെയർ ചെയ്യണം. അവർക്കൊക്കെ PFA പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഇത് 20 ആണ് ഡേറ്റ്, 20. ഓക്കെ. 22 നമ്മുടെ 15 ബാച്ചിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈവനിങ് ടൈമല്ലേ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് റിവിഷൻ കൊടുക്കാനായിരുന്നു. അതിന് പറ്റിയൊരു ദിവസം നോക്കുമായിരുന്നു, ഇന്നല്ലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ വളരെയധികം ഹെൽത്ത് കണ്ടീഷൻസ് മോശമായിട്ടുള്ളത്, ഇത് കാണാൻ പറ്റുന്നത് കൂടുതലും പ്രായമായവരിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവുക. അതായത് പ്രായമായി റിട്ടയർമെന്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ആൾക്കാർക്ക് ഒന്നും ഇനി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രോണിക് ഇൽനെസ് വരുന്നു, ഡയബറ്റിക് ഒക്കെ കൂടുതലായിട്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവര് ഫിസിക്കലിയും വീക്കാവും, മെന്റലിയും വീക്കാവും. അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതായത് എൽഡർ പീപ്പിൾ, പിന്നെ പ്രഗ്നന്റ് ലേഡീസ് ആ പ്രഗ്നൻസി ടൈമിൽ വല്ലാത്തൊരു അവസ്ഥയിലൂടെ ചില സമയത്ത് കടന്നു പോകും. പിന്നെ ആഫ്റ്റർ ഡെലിവറി പോസ്റ്റ്മോർട്ടം സിൻഡ്രോം എന്നൊരു പ്രശ്നം വരും, ഒരു ഡിപ്രസീവ് സ്റ്റേജിലൂടെയും. കാരണം അതുവരെയുള്ള ലൈഫ് അല്ലല്ലോ, ചേഞ്ച് വരുവാണ്, ലൈഫ് ബോഡിയിലും എല്ലാം ചേഞ്ചസ് വരുവാണ്. അവർക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാനൊന്നും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. സിവിയർ മെന്റൽ ഡിസോർഡേഴ്സും വിഷ്വൽ ഹിയറിംഗ് ഡിഫിക്കൽട്ടീസ്. ഒരു സെക്കൻഡ് കേട്ടോ. അതുപോലെ പ്രായമായ ആൾക്കാരെ, പ്രഗ്നന്റ് ലേഡീസ്, ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെല്ലാം ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ആ ഒരു പോസ്റ്റ്മോർട്ടം സിൻഡ്രോം. എനിക്ക് ശരിക്കും ആദ്യമായിട്ട് മോൾ ഉണ്ടായപ്പോഴായിരുന്നു എനിക്ക് ഈ പ്രശ്നം കൂടുതലുണ്ടായിരുന്നത്. മോന്റെ സമയത്ത് എനിക്ക് എത്ര ഫീൽ ചെയ്തില്ല, കാരണം ഓൾറെഡി നമ്മൾ ഇതിലൂടെ എക്സ്പീരിയൻസ് ചെയ്ത് പോയത് കാരണം. പക്ഷെ അന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, ഇത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. മോൾക്കൊരു 1.5 വയസ്സ് വരെ ഞാൻ അതിന്റെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ മദർഹുഡ് എന്ന് പറയുന്നത്, അമ്മയാകുക എന്നുള്ളതല്ല ലോകത്ത് ഏറ്റവും വലിയ സംഭവം. നമ്മൾ അമ്മയാകുന്നതിനൊപ്പം തന്നെ നമ്മൾ എങ്ങനെയായിരുന്നു അങ്ങനെ നമുക്ക് അതിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കാര്യം കേട്ടോ. എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം. കാരണം എന്ന് വെച്ചാൽ അമ്മയാകുന്ന സമയത്ത് നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നമ്മളുടെ കുറെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾ എങ്ങനെയായിരുന്നു അങ്ങനെ നമുക്ക് ആ മാതൃത്വത്തെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമുക്ക് ശരിക്കും സപ്പോർട്ട് വേണം ഫ്രം ഫാമിലി മെമ്പേഴ്സ്, ഫ്രം ലൈഫ് പാർട്ട്ണർ. നമുക്ക് കുട്ടിയെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റണം. പലപ്പോഴും ഉറക്കം ശരിയാകില്ല, ഭക്ഷണം ശരിയാകില്ല,
നമ്മൾ അതുവരെ നമ്മളാകെ മുഷിഞ്ഞു പോകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുട്ടിയെ നോക്കാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു കുഞ്ഞിനെ നോക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ പലപ്പോഴും നമ്മൾ തന്നെത്താനെ ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ടായിട്ട് വരും. നമ്മളുടെ ബോഡിയിൽ ചേഞ്ചസ്, ബോഡിയിൽ പെയിൻ, ഉറക്കം കിട്ടാത്തതിന്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ പണ്ടത്തെ ചില ആൾക്കാർ ചോദിക്കും, ഞങ്ങൾ എത്ര പ്രസവിച്ചതാ, ഞങ്ങളും ഇതും കഴിഞ്ഞിട്ടൊക്കെയാ വന്നതെന്നൊക്കെ പറയും. പക്ഷെ അന്നത്തെ സിറ്റുവേഷനിൽ അല്ല ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നും ഇവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണും. ഇവരതൊന്നും എക്സ്പ്രസ് ചെയ്തിട്ടില്ല. കാരണം പണ്ട് കാലഘട്ടങ്ങളിൽ പലതും ഇങ്ങനെ സപ്രസ് ചെയ്ത് ജീവിക്കുമായിരുന്നു ലേഡീസ്. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയല്ലല്ലോ. ആ ഒരു അങ്ങനെ സപ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസിക നിലയിലും ആയിരിക്കില്ല. പണ്ടും ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണുമായിരിക്കും. എന്നാലും അവര് വലിയ സ്വയം ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെ പറയും, ഞങ്ങളും എത്ര പ്രസവിച്ചതാ, ഞങ്ങളും കൊച്ചുങ്ങളെ പ്രസവിച്ചതാണ് വളർത്തിയതെന്നൊക്കെ പറയുമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വിഷ്വൽ ആൻഡ് ഹിയറിംഗ് ഡിഫിക്കൽട്ടീസ് അത് വരുന്നത്, മെന്റൽ ഡിസോർഡേഴ്സ്, ഇങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾ സേഫ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. പിന്നെ മെഡിക്കൽ കെയർ, അവർക്ക് ചിലപ്പോൾ പല രീതിയിലുള്ള കെയറും സർവീസസും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ഒരു ലഹളയൊക്കെ സംഭവിക്കുമ്പോൾ ഈ ഡിസ്ക്രിമിനേഷൻ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയില്ല. പണ്ടൊക്കെ ഇങ്ങനെ വർഗീയ ലഹളയൊക്കെ വരാറുണ്ടായിരുന്നല്ലേ. അപ്പൊ അങ്ങനെ ഡിസ്ക്രിമിനേഷൻ സംഭവിക്കാറുണ്ടായിരുന്നു. റീജിയന്റെ രീതിയിലാണെങ്കിലും അല്ലാതെയുള്ള കാസ്റ്റ് ക്രീഡിന്റെ രീതിയിലാണെങ്കിലും അങ്ങനെ സ്ത്രീകളും കുട്ടികളും ഒക്കെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അവരെ സേഫർ ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈം ഒക്കെ ചെയ്യുന്ന ആളുകളുടെ ഫാമിലി, ആ ഫാമിലിക്ക് നേരെ ചിലപ്പോൾ പബ്ലിക്കിന്റെ അറ്റാക്ക് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. ശരിക്കും ഫാമിലിയിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ കാണുന്നവർക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് പ്രോബ്ലംസ് ഉള്ള ആളുകള്, പിന്നെ കുഞ്ഞു ബേബീസ് ഉള്ള അമ്മമാര്, അത് കുറച്ച് മുമ്പ് പറഞ്ഞ പോസ്റ്റ്മോർട്ടം സിൻഡ്രോത്തിന്റെ ഒരു ഭാഗമായിട്ട് ആകാം. പിന്നെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ട ആളുകൾ, നമ്മൾ ഫ്ലഡ് ഒക്കെ വരുമ്പോഴേക്കും വീട് നഷ്ടപ്പെടുന്നു, ഫാമിലിയെ നഷ്ടപ്പെടുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. പിന്നെ പലപ്പോഴും ഏതെങ്കിലും ഷോക്കിംഗ് ആയിട്ടുള്ള സീൻ അല്ലെങ്കിൽ ഡേഞ്ചർ ആയിട്ടുള്ള പല കാര്യങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്യും, അതൊക്കെ പെട്ടെന്നൊരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് ഭയങ്കര ബ്ലഡും അങ്ങനെയൊക്കെ കാണുമ്പോൾ ചിലർക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നൂലേ. നമ്മുടെ മുന്നിൽ വെച്ച് ആരെങ്കിലും ഇഞ്ചുറി സംഭവിക്കുന്നതോ പൊള്ളലേൽക്കുന്നൊക്കെ കാണുമ്പോൾ ഒക്കെ ഭയങ്കര ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഷോക്കിംഗ് സീൻസ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ അങ്ങനെ കുറെ നേരം അവർ മിണ്ടാതെ ഇരിക്കും. അവർക്ക് പിന്നെ നോർമൽ ഇതിലേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ PFA ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞു, അല്ലെ ഇങ്ങനെ അങ്ങനെ നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക് PFA പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞു. കഴിഞ്ഞ വേറൊരു ബാച്ചിൽ ഒരു കുട്ടി എന്നോട് പറയുന്നേ, വളരെ നിഷ്കളങ്കിയായിട്ടൊരു കുട്ടി. ആ കുട്ടി പറഞ്ഞു, എനിക്ക് ആരെങ്കിലും വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം വരും, ഞാൻ അവരെ പോയി ആശ്വസിപ്പിക്കുമ്പോ എപ്പോഴും അവര് ദേഷ്യപ്പെടും എന്ന് പറഞ്ഞു. വളരെ നിഷ്കളങ്കമായി പറഞ്ഞതാണ്. എന്ന് വെച്ചാല് അത് അവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ചില സമയത്ത് നമ്മൾ പറയുന്നത് കേൾക്കാൻ അവർക്ക് താല്പര്യം, ഇറിറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് തോന്നിയിട്ടുണ്ടാവും അങ്ങനെയല്ലേ, അരോചകമായിട്ട് തോന്നും, ഒരു വല്ലാത്ത ഇറിറ്റേഷൻ തോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേൾക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അവര് സംസാരിക്കട്ടെ, അവരെ കേൾക്കുക. അപ്പൊ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ PFA പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ കേൾക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളിങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വല്ലാതെ ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അങ്ങനെ അത് ശ്രദ്ധിക്കുക. അത് നമുക്ക് മനസ്സിലാവും ആ വ്യക്തിയുടെ രീതികൾ അനുസരിച്ച്. അതേസമയം അവരിങ്ങനെ സംസാരിച്ച് നമ്മളോട് മറുപടി പറയാവുന്ന രീതിയിലുള്ള ഒരു മാനർസത്തോടു കൂടി അവർ സംസാരിക്കുവാണെങ്കിൽ മാത്രം നമുക്ക് സംസാരിക്കാം തിരിച്ച്. അങ്ങനെയല്ലേ, ഇങ്ങനെ ഇത് ശരിയല്ലല്ലോ എന്നൊക്കെ അവരെ ചോദിക്കുമ്പോൾ അപ്പൊ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. അല്ലാത്ത സമയത്ത് നമ്മൾ അവരെ കേൾക്കുക എന്നുള്ളതാണ്. നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുന്ന രീതിയിൽ ഒന്നും നമ്മൾ പറയാതിരിക്കുക. അതാണ് അങ്ങനെ അരോചകമായിട്ട് തോന്നുന്നത്, ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യാം. അപ്പൊ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും വളരെ കാമായിട്ട് പേഷ്യൻസോട് കൂടി ഇരിക്കണം. അവരെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അവരുടെ ബുദ്ധിമുട്ടുകളും അവർ അനുഭവിച്ചതും അവരുടെ സിറ്റുവേഷനും അവർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു എംപതി വേണം. എംപത്തറ്റിക് ആയിട്ട് നമ്മൾ അവരെ കേൾക്കണം. പക്ഷെ അവരെ ഫോഴ്സ് ചെയ്ത് സംസാരിപ്പിക്കരുത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടേ. നമ്മൾ എന്തെങ്കിലും സംസാരിക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് സംസാരിക്കണം. സിമ്പിൾ ലാംഗ്വേജിൽ സംസാരിക്കണം.
നമ്മുടെ ബോഡി ലാംഗ്വേജും വളരെ അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. അവരുടെ കൾച്ചർ, അവരുടെ ഏജ്, അവരുടെ ജെൻഡർ, സ്ത്രീയോ പുരുഷനോ ഏത് ജെൻഡർ തന്നെയായാലും കുട്ടിയായാലും അവരുടെ റിലീജിയൻ, കസ്റ്റം എല്ലാത്തിനും അനുസരിച്ച് വളരെ അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. അവരെ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യണം, അവരെ റെസ്പെക്ട് ചെയ്യണം. കാരണം അവരൊരു സർവൈവർ ആണ്, അവർ വല്ലാതെ വിഷമം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. നമ്മളെപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ബോധം നമുക്കുണ്ടായിരിക്കണം, ആ ഒരു സെൻസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ ആ കുട്ടി വളരെ നിഷ്കളങ്കമായിട്ടായിരിക്കും ഈ പറഞ്ഞ വ്യക്തികളെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അവിടെ ചിലപ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഇതൊക്കെ വലിയ പ്രശ്നമാണ്, ഇതിലും വലിയത് ഞാൻ അനുഭവിച്ചു, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഈ വ്യക്തികൾക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. അതാണ് അവർക്ക് ഇഷ്ടമില്ലായ്മ അവർ കാണിക്കുന്നത്. ഞാൻ ആ ക്ലാസ്സിൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും അതെന്താണ്? നമ്മൾ വളരെ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി ആയിരിക്കണം അവരോട്. വളരെ സത്യസന്ധതയോട് നീതി പുലർത്തണം, സത്യസന്ധമായിട്ട് തന്നെ നമ്മൾ അവരോട് പെരുമാറണം. നമ്മളുടെ കുറവുകളും ലിമിറ്റ്സും കുറവുകളും ലിമിറ്റ്സ് നമ്മളുടെ ഇവര് പറയുന്ന പല കാര്യങ്ങളെ കുറിച്ചും നമ്മൾക്ക് ചില വ്യൂസ് ഉണ്ടാവും, കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. ചിലപ്പോ അവര് പറയുന്നത് ശരിയല്ലാത്തൊരു കാര്യമായിരിക്കാം, അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ പലതും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം നമ്മൾ ഒരു സൈഡിൽ വെക്കുക, കീപ്പ് സൈഡ്, അവരെ കേൾക്കുക എന്നുള്ളതാണ്. ഒരു സൈഡിൽ വെക്കുക. കാരണം വെച്ചാല് ഇങ്ങനെ ചില ആളുകള് അവര് ചെയ്ത തെറ്റിനെ പലപ്പോഴും ജസ്റ്റിഫൈ ചെയ്ത് സംസാരിക്കും. ഇങ്ങനെ ഒരു ഡിസ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാര് തെറ്റിനെ ജസ്റ്റിഫൈ, അയാൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പൊ നമുക്ക് അതിനൊക്കെ ഒരു മറുപടി നമ്മുടെ ഉള്ളിലുണ്ടാകും, നമ്മളതൊരു സൈഡിൽ വെക്കുക. നമ്മുടെ അഭിപ്രായങ്ങളും എല്ലാം സജഷൻസും ഒപ്പീനിയൻസും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിറയെ ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ നമുക്ക് ദേഷ്യവും തോന്നുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അതെല്ലാം ഒരു സൈഡിൽ വെക്കുക, നമ്മൾ കാമായിട്ടിരിക്കുക. സോ ഇറ്റ്സ് വെരി ടഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതേസമയം നമുക്ക് പറയാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ നമുക്ക് പറയാല്ലേ. ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട് വളരെ അടുപ്പമുണ്ട്, കാരണം ആ ഫ്രണ്ടിനോട് നമ്മൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ആളെ കറക്റ്റ് ചെയ്താലും അവൾക്ക് പ്രശ്നമില്ല, അവൾ അത് ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ഫ്രണ്ട് ആണെങ്കിൽ നമുക്ക് പറയാം അല്ലെ. പിന്നെ ആളുകൾ പലപ്പോഴും ഇനീഷ്യലി ഒക്കെ ഹെൽപ്പ് വേണ്ട, റിഫ്യൂസ് ചെയ്യും, അവർ നിരസിക്കും, വേണ്ട എന്നൊക്കെ പറയും. ചിലപ്പോ അവർക്ക് ആ ഫ്രസ്ട്രേഷൻ ഒക്കെ കൊണ്ട്. പക്ഷെ എന്നാലും നമ്മൾ വളരെ കാമായിട്ട് അവരോട് പറയണം, ഇപ്പൊ വേണ്ടെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ആവശ്യം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയണം. അതൊരു പാലം നമ്മൾ ഇവിടെ ഇട്ട് വെക്കണം അവർക്ക്. കാരണം അവർക്ക് അപ്പോഴത്തെ ആ ഒരു മൂഡിൽ, ആ ഒരു സിറ്റുവേഷനിലായിരിക്കും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളിന്റെ കൾച്ചർ, ഏജ്, ജെൻഡർ ഇതിനെല്ലാം അനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ തന്നെ പെരുമാറും. പിന്നെ ആളുകളുടെ റൈറ്റ്, റെസ്പെക്ട് പീപ്പിൾസ് റൈറ്റ്, അവരുടെ അവകാശങ്ങൾ. പിന്നെ അവകാശങ്ങളല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അല്ലാണ്ട് വേറൊരാൾ പറയുന്നതേ കേൾക്കാൻ പാടുള്ളൂ എന്നല്ല, ഓൺ ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. അതിനെ റെസ്പെക്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പ്രൈവസി കീപ്പ് ചെയ്യുക. ആ ഒരു വ്യക്തിയുടെ കഥ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ വെക്കുക. അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുക. പക്ഷേ ഇൻ കേസ് ഒരു കുട്ടി ആണ് പറയുന്നത്, കുട്ടിക്ക് വല്ലാത്തൊരു ശല്യം കുട്ടി ജീവിക്കുന്നിടത്തു നിന്ന് അനുഭവിക്കുന്നുണ്ട്, അത് നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ചിട്ട് കാര്യമില്ല, മുന്നോട്ടൊന്നും പോവില്ല. അത് അതിനനുസരിച്ച് ഡീല് ചെയ്യാനുള്ള ആളുകളെ അറിയിക്കണം. അങ്ങനത്തെ കേസുകളാണ്. അതല്ല ഒരു മുതിർന്ന ഒരാള് അയാളുടെ ലൈഫിലെ ഒരു സീക്രട്ട് ആണ് പറയുന്നത്, അയാൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു, അതൊരു സീക്രട്ട് ആണ് പറയുന്നതെങ്കിൽ നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യുക, അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുക, ആ പ്രൈവസി കീപ്പ് ചെയ്യുക. ആ ഡിഫറൻസ് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ ആ രീതിയിൽ അങ്ങനെ പറയുന്നത്. പക്ഷെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഉപദ്രവം അത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുക തന്നെ വേണം. കുട്ടിയെ രക്ഷിക്കാൻ നമുക്ക് അതേ ഉള്ളൂ മാർഗം അല്ലെ. പിന്നെ ചില ആളുകൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ കാര്യത്തിന് അവർക്ക് ഫർദർ ഇന്റർവെൻഷൻ ആവശ്യമുണ്ട്. ചിലപ്പോൾ ട്രീറ്റ്മെന്റ് വേണ്ടി വരും, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും തെറാപ്പി സെഷൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കൗൺസിലറെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണേണ്ടതായിട്ട് വരും. അപ്പൊ ആദ്യം അവർക്ക് ആ ഒരു അവയർനെസ് കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും, സൊല്യൂഷൻ കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് തരട്ടെ, അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നാലേ നല്ലതെന്ന് പറയുമ്പോൾ അപ്പൊ അയാൾ സമ്മതിക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രൊഫഷണലുമായിട്ട് സംസാരിക്കാം, ഇയാളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാം, അങ്ങനെയും ചെയ്യാം.
നമ്മൾ സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് തന്നെ ഇരിക്കുക. കാരണം ചിലപ്പോൾ അയാൾ വളരെ ഫീബിൾ ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. കാരണം വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ഒരാള് നല്ല ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കണമെന്നില്ലല്ലോ. പക്ഷേ ഒരു അപ്രോപ്രിയേറ്റ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അവരുടെ ഏജും ജെൻഡറും കൾച്ചറും. കുട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അടുത്തിരിക്കാം. ചിലപ്പോൾ നമുക്ക് ടച്ച് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. പക്ഷെ അല്ലാതെയുള്ള ആളുകളാകുമ്പോൾ, വലിയ ആളുകളാകുമ്പോൾ, മുതിർന്ന ആളുകളാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് തന്നെ ശ്രദ്ധിക്കണം. പിന്നെ ബി പേഷ്യന്റ് ആൻഡ് കാം. നല്ല പേഷ്യൻസും കാംനെസ്സും ഉണ്ടായിരിക്കണം. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അവർ ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി നല്ല ഒരു അറിവുണ്ടെങ്കിൽ, കറക്റ്റ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക. ഓണസ്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വളരെ ഓണസ്റ്റ് ആയിട്ട് തന്നെ അവരോട് പറയുക. കാര്യങ്ങൾ അറിയില്ലെങ്കിൽ നമുക്ക് പറയാം, സോറി എനിക്ക് അറിയില്ല, പക്ഷെ ഞാനിത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങളെ അറിയിക്കാം എന്നുള്ള രീതിയിൽ പറയാം. നമുക്ക് അറിയില്ലാത്ത കാര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാതെ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അവർക്ക് പാസ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് പാസ് ചെയ്യും. പിന്നെ അവർ പലപ്പോഴും അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ നമ്മളിങ്ങനെ കല്ല് പോലെ ഇരിക്കുന്നതിനേക്കാളും അത് നമ്മളൊന്ന് അക്നോളജ് ചെയ്യാം. അയാളുടെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ആ ഒരു രീതിയിൽ ഒന്ന് അക്നോളജ് ചെയ്യാം. ചിലപ്പം ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, ചിലപ്പം വീട് നഷ്ടപ്പെട്ടതോ അവർക്ക് പ്രിയപ്പെട്ട ആരുടെയെങ്കിലും മരണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാത്തെ കുറിച്ചൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പൊ നമ്മളൊരു സാധാരണ കാര്യം കേൾക്കുന്നപ്പോൾ നമ്മളത് കേട്ടിരുന്ന അയാൾക്ക് തോന്നും ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ വിഷമം അയാൾക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല എന്നൊരു ഫീൽ വരും. അപ്പൊ നമുക്ക് അതിന്റെ ഇടയ്ക്ക് പറയാം, ഐ എം സോ സോറി, ഐ ക്യാൻ ഇമാജിൻ ദിസ് ഈസ് വെരി സാഡ് ഫോർ യു. എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ വിഷമം, എനിക്ക് നല്ലപോലെ മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാം. അപ്പൊ അയാൾക്ക് ഒരു പിന്നീട് പറയാനുള്ള, നമ്മളവിടെ ഒരു ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇട്ട് കൊടുക്കുക. പിന്നീട് പറയാനുള്ള ഒരു ഇത് വരും. നമ്മൾ കൂടുതലും കുട്ടികളുമായിട്ടാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണം. പിന്നെ പാരന്റ്സും ആയിട്ട് കണക്റ്റഡ് ആകാറുണ്ട് പലപ്പോഴും. ഇനി പറയാൻ പാടില്ലാത്തത്, ആ ഒരു നമ്മളൊരു സഹായം ചെയ്യുവാണ്, അയാളെ സപ്പോർട്ട് ചെയ്യുകയാണ്, അതിന്റെ പേരിൽ ആ ബന്ധം നമ്മൾ മിസ്യൂസ് ചെയ്യാതിരിക്കുക, എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കുക. കാശ് വാങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിന് പകരം എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരുന്നു. ഇപ്പൊ നല്ല ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാന്ന് വിചാരിക്കുക, എനിക്ക് അവരവിടെ ഒരു നിങ്ങളുടെ ഫേമിൽ ഒരു ജോലി വേണം, ആ രീതിയിലൊന്നും സംസാരിക്കാതിരിക്കുക. പിന്നെ കാശ് ചോദിക്കുക, അവരോട് കാശ് ചോദിക്കാതെ. പിന്നെ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ, ഫോൾസ് പ്രോമിസസ് ഒന്നും കൊടുക്കാതിരിക്കുക, ഫോൾസ് ഇൻഫർമേഷനും കൊടുക്കാതിരിക്കുക. പിന്നെ നിങ്ങളുടെ കഴിവുകൾ എക്സാജറേറ്റ് ചെയ്ത് വലിപ്പം കാട്ടി അങ്ങനെ കാണിച്ച് കൊടുക്കാതിരിക്കുക. പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് കുറച്ച് ടൈം വേണ്ടി വരും കാര്യങ്ങൾ പറയാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാനിത് ചെയ്തു തരാം അങ്ങനെയുള്ള രീതിയിൽ പ്രഷറൈസ് ചെയ്യരുത്. അവർക്ക് കുറച്ച് ടൈം കൊടുക്കുക, ഒരു കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കി നമ്മളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യും. പിന്നെ തൊടാതിരിക്കുക, അത് ആ സിറ്റുവേഷനിൽ അത് ടച്ച് ചെയ്യാതിരിക്കുക. അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ അപ്രോപ്രിയേറ്റ് അല്ല, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ശരിയല്ല എന്ന് തോന്നുവാണെങ്കിൽ ഡോണ്ട് ടച്ച് ദ പേഴ്സൺ. പിന്നെ അവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക. അവരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, അധികം പ്രശ്നങ്ങൾ സംഭവിച്ച വേറെ ആൾക്കാരുണ്ട്, ഓരോരുത്തർക്കും അവരുടെ വിഷമം തന്നെയാണ്. ഇപ്പൊ എന്റെ റൈറ്റ് ആയിരിക്കില്ല നിങ്ങളുടെ റൈറ്റ്, ആ ഒരു രീതിയിൽ. അങ്ങനെ അവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക. യു ഷുഡ് ഫീൽ ലക്കി. നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് ഓർത്ത് ഇതിനെ ഇപ്പോ ഈ ആലപ്പുഴ ഭാഗത്ത് കണ്ടൊരു ആക്സിഡന്റ് നടന്നു. കുറെ മെഡിക്കൽ സ്റ്റുഡൻസ് ഇങ്ങനെ മൂവിക്ക് പോവോ അങ്ങനെ എന്തോ ചെയ്ത് ഒരു ആളൊഴിച്ച് ബാക്കി എല്ലാവരും മരിച്ചു. അപ്പൊ ആ രക്ഷപ്പെട്ട ആളുടെ അടുത്ത് നിന്നിട്ട് ഭാഗ്യം നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അത്രയും ഗിൽറ്റി ഫീലിംഗിൽ ഇരിക്കുകയായിരിക്കും. മറ്റവരെ ഒന്നും രക്ഷിക്കാൻ പറ്റാത്തേനോ, അല്ലെങ്കിൽ ഞാനും കൂടെ അവരുടെ കൂടെ മരിച്ചു പോയാമെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരാളുടെ അടുത്ത് നിന്നിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള രീതിയിലൊന്നും നമ്മൾ സംസാരിക്കരുത്, അവരുടെ ജഡ്ജ് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ശരിയാക്കാമെന്നോ അങ്ങനെ രീതിയിൽ അവരോട് സംസാരിക്കരുത്. പിന്നെ വളരെ ടെക്നിക്കലായിട്ടുള്ള ടേംസ് ഒന്നും ഉപയോഗിക്കരുത്. എപ്പോഴും സിമ്പിൾ ലാംഗ്വേജിൽ അവരോട് സംസാരിക്കും. പിന്നെ വേറൊരാളുടെ കഥ ചെന്ന് അവരോട് പറയരുത്. നിങ്ങളുടെ ഓൺ ട്രബിൾസ് അവരോട് സംസാരിക്കരുത്. ഇതിലും ഭയങ്കര പ്രശ്നത്തിലാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ സംസാരിക്കാതിരിക്കും. പിന്നെ
ആ വ്യക്തിയുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിക്കാതിരിക്കുക. കാരണം നമ്മളെ കൊണ്ട് പറ്റില്ല എല്ലാ കാര്യങ്ങളും സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട്. പിന്നെ അയാള് വളരെ കാലിബർ ഉള്ള കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് പറ്റുന്ന കാര്യങ്ങൾ അയാൾ തന്നെ ചെയ്യട്ടെ, അല്ലാതെ അയാളുടെ ആ ഒരു സ്ട്രെങ്ത്തിനെ അല്ലെ അയാളുടെ ആ ഒരു പൊട്ടൻഷ്യലിനെ നമ്മള് അയാൾ ചെയ്യാന്ന് വിചാരിച്ചാൽ നമ്മള് വേണ്ട ഞങ്ങൾ ചെയ്തു തരാം ആ രീതിയിലൊന്നും പറയണ്ട. അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ അയാൾ തന്നെ ചെയ്യട്ടെ. ഇതെല്ലാമാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി 3 ആക്ഷൻ പ്രിൻസിപ്പിൾസ് ഉണ്ട് PFAക്ക്. ലുക്ക്, ലിസൺ ആൻഡ് ലിങ്ക്. ഇതാണ് 3 ആക്ഷൻ പ്രിൻസിപ്പിൾസ്. ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആളുകൾക്ക് എന്തൊക്കെയാണ് ബേസിക് നീഡ്സ് വേണ്ടത്, പിന്നെ എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ, അതിനനുസരിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്, നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് അവരെ മാറ്റുക, അവരുടെ ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക. ക്ലോത്ത്, വാട്ടർ, ഫുഡ്, ഷെൽട്ടർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ ഇൻഫർമേഷൻസ്. രണ്ടാമത്തെ ആക്ഷൻ പ്രിൻസിപ്പിളിലെ രണ്ടാമത്തെയാണ് ലിസൺ. കേൾക്കുക. അവരെ നല്ല രീതിയിൽ കേട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. അവരുടെ നീഡ്സും കൺസേൺസും എല്ലാം മനസ്സിലാക്കുക, അവരെ കേട്ട് അവരെ കാമാക്കുക. അപ്പൊ കേൾക്കുമ്പോ എപ്പോഴും നമ്മൾ പറഞ്ഞ ഡൂസ് ആൻഡ് ഡോൺസ് ശ്രദ്ധിക്കണം. അവരോട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു. അവരെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യിക്കുക, വേണമെങ്കിൽ വെള്ളമൊക്കെ കൊടുക്കാം, അങ്ങനെ അവരൊന്ന് കംഫർട്ടബിൾ ആകാനായിട്ട് അവരൊരു സേഫർ പ്ലേസിലേക്ക് കൊണ്ടുപോവുക. അതായത് കൂടുതൽ ഡിസ്റ്റർബൻസ് ഒന്നും വരില്ല ആ ഒരു സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ. ആ ഒരു രീതിയിൽ അവർക്ക് വളരെ സേഫ് സെക്യൂർ ഫീൽ ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരിക. പിന്നെ മീഡിയ, അങ്ങനെയുള്ള പ്രൈവസി. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും രീതിയിൽ സെക്ഷൽ അബ്യൂസ് നേരിട്ടൊരു വ്യക്തി ഒരു കെയർ ഹോമിലേക്ക് മാറ്റിയേക്കുവാണ്. പക്ഷെ മീഡിയാസ് ഇവരുടെ മീഡിയ കവറേജിന് വേണ്ടിയിട്ട് ഇങ്ങനെ തക്കം പാർത്തിരിക്കുമായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മീഡിയാസിൽ നിന്നൊക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്യുക. അവർക്ക് പ്രൈവസി ആവശ്യമുണ്ടെങ്കിൽ പ്രൈവസി പ്രൊവൈഡ് ചെയ്യാം. അവർക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും നീഡ്സും കൺസേൺസും ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അതാണ് കേൾക്കുന്ന ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത്. അവരുടെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണ് അതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക അവരെ. പിന്നെ എപ്പോഴും ആ പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. സ്റ്റേ ക്ലോസ് ടു ദ പേഴ്സൺ. പിന്നെ അവരെ ഫോഴ്സ് ചെയ്യിക്കരുത് സംസാരിക്കാൻ വേണ്ടി, പക്ഷെ നമ്മൾ കേൾക്കണം അവരെ. അവര് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കുക തന്നെ വേണം. എപ്പോഴും ഒരു റോൾ മോഡൽ ആവുക. സ്റ്റേ കാം. വളരെ കാമായിട്ട് സ്ലോ ആയിട്ട് സംസാരിക്കുക. നമുക്ക് സംസാരം കേൾക്കുമ്പോൾ തന്നെ ഒരു സമാധാനം വേണം. അവർക്ക് കാമാവാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. വളരെ ഡിസ്റ്റർബ്ഡ് ഒക്കെ ആയിരിക്കും, അപ്പൊ അവരെ കാമാകാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. നെക്സ്റ്റ് ലിങ്ക്. ലിങ്ക് എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യാന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ ആളുകൾക്ക് പല രീതിയിലുള്ള സർവീസസ് വേണ്ടി വരും. അതിന് വേണ്ടുന്ന അതോറിറ്റീസ്, ഓർഗനൈസേഷൻ, NGO പോലുള്ള സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ളതൊക്കെല്ലാമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അതാണ് ലിങ്ക് എന്ന് പറയുന്നത്. അവർക്ക് കിട്ടാവുന്ന സപ്പോർട്ടും സർവീസസും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അവരുടെ ലൗഡ് വൺസ്, റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ടും കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുറച്ച് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള നീഡ്സും സർവീസസും ഒക്കെ അവരിലേക്ക് എത്തിക്കുക. ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ആൻഡ് സാനിറ്റേഷൻ, ക്ലീനിങ് പർപ്പസിലുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ സ്പെഷ്യൽ നീഡ്സ് നോക്കുക. പിന്നെ അമ്മയും കുഞ്ഞും അങ്ങനെയുള്ളവരൊക്കെ ആകുമ്പോൾ അവർക്ക് ചിലപ്പോൾ സ്പെഷ്യൽ നീഡ്സ് ഒക്കെ ആവശ്യമായിട്ട് വരും. ഹെൽത്ത് കെയർ നോക്കണം, അവരുടെ കുട്ടിയെ ഫീഡ് ചെയ്യണം അമ്മയ്ക്ക്. പിന്നെ കറന്റ് സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യിക്കുക. അങ്ങനെ പല പല കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ആക്ഷൻ പ്രിൻസിപ്പിൾസ് ലുക്ക്, ലിസൺ, ലിങ്ക്. അവർക്ക് വേണ്ടുന്ന നീഡ്സും കൺസേൺസും അതാണ് ലുക്കിൽ വരുന്നത്. ലിസൺ, അവരെ കേൾക്കുക. അവർക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കേൾക്കുക എന്നുള്ളത്. ലിങ്ക്, അങ്ങനെയുള്ള സർവീസസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യിക്കുക. 3 ആക്ഷൻ പ്രിൻസിപ്പിൾസ് ആണ് PFAക്ക് ഉള്ളത്. ഓക്കെ, ഇനി ലിസൺ കഴിഞ്ഞിട്ട് ലുക്ക്, ലിസൺ, LINK ലിങ്ക് കണക്ട് ചെയ്യും. അവർക്ക് വേണ്ടുന്ന സർവീസസ്, ഓർഗനൈസേഷൻ, അതോറിറ്റീസ്, അവർക്ക് കിട്ടാനുള്ള കാരണം എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് വേണ്ടുന്ന സപ്പോർട്ടാണല്ലോ നമുക്ക് കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ ആയിട്ട്
കണക്ട് ചെയ്യുക, ലിങ്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും ആളുകളുടെ പ്രശ്നങ്ങളെല്ലാം കേട്ടു അല്ലെ? ഇതെല്ലാം നമ്മളത് കേൾക്കുന്നത് ഹൃദയം കൊണ്ടാണ് കേൾക്കുന്നത്, അല്ലാണ്ട് കേട്ട് ഈ ചെവി കൂടെ കേട്ട് ഇങ്ങനെ കളയുമല്ല ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുക, നമുക്കൊരു ഹെവിനെസ് ആയിരിക്കും, ഒരു ഭാരം, വിഷമം. മനുഷ്യരുടെ വിഷമങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് ആ ഒരു ഹ്യൂമാനിറ്റി നമ്മുടെ ഉള്ളിലുള്ളത് കാരണം നമുക്ക് എന്തായാലും അത് വിഷമായിരിക്കും. നമ്മൾ ആദ്യം ഇങ്ങനെ വല്ലാത്ത ഹെവിനെസ്സോട് കൂടിയായിട്ട് ഇരിക്കുന്നത്, അത് നമ്മൾ വെന്റിലേറ്റ് ചെയ്ത് കളയണം. നമ്മൾ ഹീൽ ചെയ്യണം. മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ നമ്മൾ പോയി, പക്ഷേ നമ്മളുടെ ഹീലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനൊരു 15 years ബാക്കാട്ടോ ഈ ഒരു ചിൽഡ്രൻസ് ഹോമിൽ പോയി. പെൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളുടെ ഒരു കെയർ ഹോം ഗവൺമെന്റിന്റെ. ജസ്റ്റ് അങ്ങ് കയറി ചെല്ലുമായിരുന്നു. എന്നിട്ട് അവിടുത്തെ മാഡത്തിനോട് ഇങ്ങനെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, മാം ഞാൻ കുട്ടികൾക്ക്, അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ പല പല പ്രശ്നങ്ങളിൽ നിന്നും വന്നിട്ടുള്ള കുട്ടികളായിരിക്കുമല്ലോ, ഞാൻ ഇവർക്ക് ക്ലാസ് എടുത്തു തരാം. അതായത് ചെറിയ രീതിയിൽ തുണികളിലെ പെയിന്റിങ്, എംബ്രോയിഡറി അങ്ങനത്തെ ക്ലാസ് ഒക്കെ എടുത്തു തരാന്ന് പറഞ്ഞു. അപ്പൊ മാം പറഞ്ഞു, ഞങ്ങൾക്ക് തരാൻ മെറ്റീരിയൽസ് ഒന്നുമില്ല. ഞാൻ മാമിനോട് പറഞ്ഞു, മാം എത്ര കുട്ടികൾ ഉണ്ടാവും എന്ന് പറയൂ, അതിനനുസരിച്ച് മെറ്റീരിയൽസ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാന്ന് പറഞ്ഞു. വലിയൊരു ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും, ചെറിയ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ ഞാൻ അത് ചെയ്തു തരാന്ന് പറഞ്ഞു. അങ്ങനെ അവര് വന്ന് വിളിക്കാന്ന് പറഞ്ഞു. ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അവര് വിളിച്ചു എന്നെ. വിളിച്ചിട്ട് അവര് പറഞ്ഞു, ഞാൻ ഒരു 12 കുട്ടികളെ തരാം. ഞാൻ ചോദിച്ചു, മാം അതിന് അവിടെ അത്രയും കുട്ടികളെ ഉള്ളൂ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല, ഏകദേശം 40ഓളം കുട്ടികളുണ്ട്. പക്ഷെ അതില് കുറേ വിഭാഗങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ഡിപ്രഷനൊക്കെ മരുന്ന് കഴിക്കുന്ന കുട്ടികളാണ്, ഭയങ്കര വയലന്റ് ആകും, അങ്ങനെയുള്ള കേസസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വലിയ കുഴപ്പമില്ലാത്ത ഒരു 12 പേരെ ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, മെറ്റീരിയൽസ്. ഞാൻ പറഞ്ഞു, അത്രയും കുട്ടികൾക്കുള്ള മെറ്റീരിയൽസ് എന്റെ കയ്യിലുണ്ട്, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഈ 12 കുട്ടികൾക്ക് ഞാനിങ്ങനെ ക്ലാസ് എടുത്തു. ക്ലോത്തും പെയിന്റും എല്ലാമായിട്ട് ഞാൻ ചെന്നു. അങ്ങനെ ക്ലാസ് ഒക്കെ എടുത്തു. കാക്കനാട് ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ. ക്ലാസ് എടുത്തപ്പോൾ ഈ ക്ലാസ്സിന്റെ ഇൻ ബിറ്റ്വീൻ കുട്ടികള് ഒന്നും നമ്മൾ അങ്ങോട്ട് ചോദിക്കാനൊന്നുമില്ല. നമ്മൾ വളരെ അവരെ നല്ലപോലെ ക്ലാസ് എൻഗേജ് ചെയ്യിക്കുമായിരുന്നു. അവരവരുടെ പ്രശ്നങ്ങൾ എന്നോട് ഇങ്ങനെ പറയാൻ തുടങ്ങി. എങ്ങനെയാണ് അവരെ, ഞാൻ ചോദിച്ചിട്ടൊന്നുമല്ല, അവരെ കെയർ ഹോമിൽ എത്തിയത്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. 7 വയസ്സ് തുടങ്ങിയുള്ള കുട്ടികളുണ്ട് കേട്ടോ, ടീനേജേഴ്സ് വരെയുണ്ട്. എനിക്ക് കേട്ട് എനിക്ക് ഭയങ്കര വിഷമം വരുവാ. ഇവിടെ ഇങ്ങനെ ഭാരം കൂടി വരുവാ അതിങ്ങനെ കേട്ടപ്പോ. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ആരോടെങ്കിലും ഒരു പറയാനൊരാളെ കിട്ടിയതിന്റെ ഇതിന് അവരിങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ പറയുകയാണ്. അവര് മേട്രന് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ബസ്സിൽ ഇങ്ങനെ ഇരുന്ന് പറവൂർക്ക് എനിക്ക് അവിടെ നിന്ന് തന്നെ ബസ് കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ ബസ്സിലിരുന്ന് ഞാൻ പറവൂർ എത്തുന്ന വരെ ഞാൻ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. കാരണം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലത്തെ പ്രശ്നങ്ങളായിരുന്നു ആ കുട്ടികൾ ഷെയർ ചെയ്തത്. അത്രയ്ക്ക് വിഷമം തോന്നിയായിരുന്നു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊരു 10-15 years ബാക്കാണ്. കറക്റ്റ് ഇയർ ഞാൻ ഓർക്കുന്നില്ല. ഇത് ഭയങ്കര വിഷമം വന്ന ഒരു ദിവസമായിരുന്നു. പക്ഷെ എന്നാലും അവർക്കൊരു ക്ലാസ് കൊടുക്കാൻ പറ്റിയതിന്റെ ഒരു സന്തോഷം. അവരാ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷെ അവരവരുടെ വളരെ കൂളായിട്ടോ അവരുടെ പ്രശ്നങ്ങൾ പറയുന്നത്. ഞാൻ ഓർത്തു, ദൈവമേ, ഈ ഒരു ഇതിലൂടെ കടന്നുപോയ കുട്ടികളാണോ ഇവരൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ. ആ 7 വയസ്സുള്ള കുട്ടിക്കൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് ഭയങ്കര വിഷമം തോന്നുമായിരുന്നു. മനുഷ്യന്മാർക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റൂ എന്നൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുക. ഈ ചെറിയ കുഞ്ഞുങ്ങളോട് അങ്ങനെയൊക്കെ വല്ലാത്ത ഓരോരോ പ്രശ്നം. നമ്മളുടെ ഹീലിംഗും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഹീലാവണം. നമുക്ക് ഭയങ്കര ഹെവിനെസ് ആയിരിക്കും, കാരണം അത്രയും എമ്പതിയോട് കൂടി നമ്മൾ അവരുടെ കാര്യങ്ങൾ കേട്ടിരുന്നതാണ്. ഇത്രയേ ഉള്ളൂ PFA. ഇതിന്റെ മോക്ക് ടെസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പൊ PFAയുടെ ഇമ്പോർട്ടൻസ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറയാം ആണെങ്കിലും. കാരണം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ഇപ്പം ചോദിക്കാം, എന്തിനാ വെറുതെ ടെക്സ്റ്റിൽ ഇല്ലാത്തത് പഠിപ്പിക്കുന്നതെന്നുള്ളത്. പക്ഷെ ഇതും കൂടെ കണക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം പലപ്പോഴും കുട്ടികളുമായിട്ട് ഇടപെടുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ആസ് എ പേഴ്സൺ എന്റെ രീതിക്ക് അനുസരിച്ച് ഞാൻ അവരെ ഹീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു എല്ലാവർക്കും അതൊന്ന് മനസ്സിലാക്കുവാണെങ്കിൽ നന്നായിരിക്കും തോന്നി. അപ്പൊ മെന്റൽ ഹെൽത്തിനോട് കണക്ട് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് PFA എന്ന് പറഞ്ഞത്. മെന്റൽ ഹെൽത്തും മെന്റൽ ഏജിങ് മാത്രം എന്താന്ന് ഉള്ളത് അറിഞ്ഞു പോവുക എന്നുള്ളത് മാത്രമല്ല, എങ്ങനെ നമുക്ക് ഒരാളുടെ മെന്റൽ ഹെൽത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ PFA ആഡ് ചെയ്തത്. പുതിയ ടെക്സ്റ്റ് ഒക്കെ പ്രിന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് PFA കൂടെ ചേർത്തിട്ടായിരിക്കും മിക്കവാറും പ്രിന്റ് ചെയ്യാൻ. അതൊക്കെ ഓൾമോസ്റ്റ് കിട്ടിയല്ലോ. ഓക്കെ, ഫൈൻ.
അപ്പൊ നമ്മൾ ആ യൂണിറ്റ് കഴിഞ്ഞു. ഇനി ആ പാർട്ട് 1 നിങ്ങൾക്ക് 3rd യൂണിറ്റ് മിസ് എടുക്കുന്നല്ലേ പറഞ്ഞത്. ഇപ്പോ സെക്കൻഡ് പാർട്ടിലെ ക്ലാസ് ആണ് ഞാൻ എടുക്കേണ്ടത്. അതിന് മുമ്പ് റെക്കോർഡ്സ് എവിടെ വരെയായി? നമ്മൾ റെക്കോർഡ് റൈറ്റിംഗ് ഒന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല മാം. എന്തോ ഒന്നും തന്നില്ല റെക്കോർഡ് ചെയ്യാൻ ഒന്നും പറഞ്ഞില്ല. തന്നിട്ടില്ല. ഇല്ല. സെക്കൻഡ് ബാച്ചിന് കൊടുത്തത് റെക്കോർഡ് റൈറ്റിംഗ്. റെക്കോർഡ് വാങ്ങിച്ചോ നിങ്ങൾ ആരെങ്കിലും? വാങ്ങിച്ചു. എല്ലാവരുടെ കയ്യിലൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? കുറച്ച് പേര് പുറത്തുനിന്നായിരിക്കും, കുറച്ച് പേര് അല്ലാതെ ആയിരിക്കും അല്ലെ? മാം എന്ത് മാം കുത്തിയിരിക്കുന്ന മരിയ മോണ്ടിസോറിയുടെ ആണോ? കഴിഞ്ഞ ദിവസത്തെ കോൺവെക്കേഷന് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ടീച്ചേഴ്സിന് ഓരോന്ന് കിട്ടും. ഐ എം മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്നോട് എഴുതിയിട്ടുണ്ട്. കോൺവെക്കേഷൻ വന്നാൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ കോൺവെക്കേഷൻസ്. പിന്നെ നമുക്ക് എവിടെ പോയാലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ, പ്രത്യേകിച്ചും സ്കൂളിലായാലും എവിടെ എന്ത് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമുക്കൊരു പ്രൗഡ് ഫീലാണ്. റെക്കോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങിയവരുടെ കയ്യിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ എഴുതിയത് കാണുമായിരിക്കും. ഈ PDF-ഉം അല്ലാതെ ഷെയർ ചെയ്യാം. അപ്പോ റെക്കോർഡ് ഏതൊക്കെയാണ് നിങ്ങൾ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ടത്? 5 റെക്കോർഡ്സ് ആണ് ഉള്ളത്. അതില് 5ാമത്തെ റെക്കോർഡ് അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക്, അതിന്റെ PDF ഓൾറെഡി ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാവും. ഉണ്ടോ? അത് നമ്മളുടെ പ്രാക്ടിക്കലുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതുന്ന റെക്കോർഡ് ബുക്കാണ്. അതായത് നിങ്ങളുടെ മോഡ്യൂൾ 3 ആണ് പ്രാക്ടിക്കൽ സെഷൻ. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് 5ാമത്തെ റെക്കോർഡ് ബുക്ക്. ഞാനിപ്പോ 1ാമത്തെ റെക്കോർഡ് ബുക്കിന്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. 1ഉം 4ാമത്തെയാണ് ഞാൻ ആദ്യം തരുന്നത്. അത് 2ഉം തന്നതിന് ശേഷം അത് നിങ്ങൾ ഓൾമോസ്റ്റ് ഫിനിഷ് ആകുമ്പോഴാണ് 2ും 3ും ഡീറ്റെയിൽസ് തരുള്ളൂ. മനസ്സിലായോ? കാരണം 1ലും 4ാമത്തേലും ആക്ടിവിറ്റീസ് മാത്രമേ. 2ും 3ും നിറയെ എഴുതാനുണ്ട്. കഥയും കവിതകളും റൈംസ്, ആക്ഷൻ സോങ് ഒക്കെ എഴുതും ആണ് 2ലും 3ലും വരുന്നത്. 1ാമത്തെ മൈ കളക്ഷൻ ബുക്ക്. ഇത് ഞാൻ ബോത്ത് സൈഡ്സ് പ്ലെയിനിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, ബോത്ത് സൈഡ്സ് പ്ലെയിൻ എഴുതാൻ കാരണം കുറെ പിക്ചേഴ്സ് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പൊ വരയിട്ടതിന്റെ മുകളിൽ കൂടെ പിക്ചർ ഒട്ടിക്കുമ്പോ ഈ ലൈൻസ് ഇങ്ങനെ കാണുന്നതാണ് സുഖം തോന്നില്ല. അതുകൊണ്ടാണ് അത് 2 സൈഡും പ്ലെയിൻ ആയാൽ നന്നായിട്ടുള്ള രീതിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ എന്റെ ആ റെക്കോർഡ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. എന്റെ റെക്കോർഡ് മൈ കളക്ഷൻ ബുക്കിലെ ഡീറ്റെയിൽസ് ഞാൻ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യാം. ഫസ്റ്റ് പ്രോവർബ്സ് കാണാം. അതിന്റെ ബ്രാക്കറ്റില് റൈറ്റ് അറ്റ്ലീസ്റ്റ് 10 നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. 10 എണ്ണമെങ്കിലും എഴുതുക. മിനിമം 10 എണ്ണം. നിങ്ങൾക്ക് മാക്സിമം എത്ര വേണമെങ്കിലും എഴുതാം. അപ്പൊ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് പേജ് നമ്പർ ഒന്ന് ഇട്ട് വെക്കുക ആദ്യം. നമ്മളുടെ ഒരു ഹാൻഡ് റൈറ്റിംഗ്, കാരണം ഇതിനകത്ത് ഈ വരെയും എന്ന് കൊടുത്തിട്ടില്ല, ABCD വരെ നമുക്ക് കുറച്ച് എഴുതാനുണ്ട്. പിക്ചേഴ്സ് മാത്രമല്ല, കുറച്ച് എഴുതാനുണ്ട്. കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിക്ചേഴ്സ് മാത്രമേ ഉള്ളൂ, ഒന്നും എഴുതാനില്ല. നമ്മൾ ആ എഴുതുന്നത് നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിന് ഒരു വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിനനുസരിച്ച് നിങ്ങൾക്ക് പേജ് വേണം. പേജ് ഇഷ്ടം പോലെ കാണും, ഇല്ലാന്നില്ല. പേജ് നമ്പർ ആദ്യം ഒന്ന് ഇട്ട് വയ്ക്കും. പേജ് നമ്പറും ഡേറ്റും ഒക്കെ അതിനകത്ത് ആ പേപ്പറിന്റെ അതിനകത്ത് കാണുമായിരിക്കും. പേജ് നമ്പർ ഇട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് ഓരോന്ന് എഴുതുമ്പോൾ ഇൻഡെക്സ് പേജിൽ എഴുതാനും എളുപ്പമായിരിക്കും. കണ്ടന്റ്സ് എഴുതുമല്ലോ. ഫസ്റ്റ് വൺ പ്രോവർബ്സ്. പ്രോവർബ്സ് ഞാൻ ജസ്റ്റ് പ്രോവർബ് മാത്രമേ എഴുതിയുള്ളൂ. അപ്പൊ കുട്ടികൾ എന്നോട് ചോദിച്ചു എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ എന്നാണ് ചോദിച്ചു ഓരോ പ്രോവർബ്.
നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം നമ്മളിത് ഏതെങ്കിലും കഥകളൊക്കെ പറയുമ്പോൾ ഈ പ്രോവർബ് ഒരു മോറൽ ആയിട്ട് കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ആ കഥ പറയുന്നത്. പ്രോവർബിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കഥയോ സിറ്റുവേഷനോ എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കുട്ടികളോട് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. അല്ലാതെ പ്രോവർബ് പറയുമ്പോൾ ഇവർക്ക് ഇത് എന്ത് സാധനം ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ലല്ലോ. ചില കുട്ടികൾ എന്നോട് ചോദിച്ചു, ഞങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ, അതിന് പറ്റിയ പിക്ചർ ഒട്ടിച്ചോട്ടെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഒരു പ്രശ്നമില്ല. ഞാൻ പ്രോവർബ് എഴുതിയിട്ടേ ഉള്ളൂ. എന്നെ 20 തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതായത് നമ്മൾ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്, ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി എന്നൊക്കെ പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അപ്പൊ വലിയ കട്ടിയുള്ളതൊന്നും വേണ്ട, അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് മാത്രം നമ്മുടെ റെക്കോർഡിൽ എഴുതിയാൽ മതി കേട്ടോ. ലുക്ക് ബിഫോർ യു ലീപ്. പിന്നെന്താ, ടു റോങ്സ് ഡോണ്ട് മേക്ക് എ റൈറ്റ്, ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്, അങ്ങനെയൊക്കെയുള്ള റോളിംഗ് സ്റ്റോൺ ഗ്യാദേഴ്സ് നോ മോസ്, എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നയൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരോ പ്രോവർബില്ലേ. ഞാനിത് പ്രോവർബ് മാത്രമായിട്ട് റൈറ്റ് സൈഡിൽ എഴുതി വെക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇനി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റും റൈറ്റും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പടം ഒട്ടിക്കണോ, ഏതെങ്കിലും പ്രോവർബിന് പറ്റിയ പിക്ചർ ഒട്ടിക്കണോ, ഒട്ടിച്ചോ. പിക്ചേഴ്സ് ഒട്ടിക്കുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് റിഡിൽസ്, കടങ്കഥകളുടെ എഴുതില്ലേ. റിഡിൽസ് ആണ് അടുത്തത്. പസിൽസ് ആണ്. പസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിക്കി ക്വസ്റ്റ്യൻസ്, കുസൃതി ചോദ്യം. റിഡിൽസ് കടങ്കഥകൾ. എന്താ വ്യത്യാസം? ഈ പറഞ്ഞോ. പഴഞ്ചൊല്ല്. പഴഞ്ചൊല്ല് പ്രോവർബ് അല്ലേ? റിഡിൽസ് കടങ്കഥകൾ. അതിനൊരു ഉത്തരവും കൂടെ കാണൂല, ആൻസറും കൂടെ ഉണ്ടാവത്തില്ലേ? അതെ, പക്ഷെ റിഡിൽസും പസിൽസും തമ്മിലുള്ള വ്യത്യാസം എന്താ? കുറച്ച് പിക്ചേഴ്സ് വെച്ചിട്ട് അറേഞ്ച് ചെയ്യുന്ന അങ്ങനെയാണോ? പസിൽസിൽ കുറെ വെറൈറ്റീസ് ഉണ്ട്. ഈ കടങ്കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒട്ടും അറിയാത്തൊരു കാര്യമാണ്. ഒരു കടങ്കഥയാണെങ്കിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. നമ്മളിരുന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് കിണറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ ചില ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉള്ളത്, അതാണ് റിഡിൽസ് എന്ന് പറയുന്നത്. വേറെ എന്തൊക്കെയോ ഇല്ലേ റിഡിൽസില്? ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്നതില് വാട്ട് ഹാസ് എ ഫേസ് ആൻഡ് 2 hands ബട്ട് നോ ലെഗ്സ്, ക്ലോക്ക്. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് എന്ത് ജീവി വല്ലതും ആണോ നമ്മൾ ആലോചിക്കും അല്ലെ? ക്ലോക്ക് എന്ന് ആൻസർ പറയുമ്പോൾ ഇതായിരുന്നു ആ ഫീലിംഗ് നമുക്ക് വരില്ലേ ആൻസർ കേൾക്കുമ്പോൾ? അതാണ് റിഡിൽസ്. പസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് പസിൽസ് ഉണ്ടാകും. അതായത് ഇപ്പോ റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമ്മൾ പസിൽസ് പറയില്ലേ, അച്ഛന്റെ ചേട്ടന്റെ മകന്റെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റിലേഷൻഷിപ്പ് പസിൽസ് ഉണ്ട് അല്ലെ? പിന്നെ അതുപോലെ തന്നെ പൊസിഷൻ, ഒരാള് നിൽക്കുന്നു, അതിന്റെ ബാക്കിൽ വേറൊരാൾ നിൽക്കുന്നു, അയാളുടെ ബാക്കിൽ വേറൊരാൾ, അയാളുടെ ഫ്രണ്ടിൽ ഇന്ന ആള് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള ഇങ്ങനെ പൊസിഷൻ വെച്ചിട്ടുള്ള അതെല്ലാം പസിൽസിൽ വരും. കടങ്കഥകളല്ല. പിന്നെ ഇങ്ങനെയൊക്കെ പറയില്ലേ, റാണീസ് മോം ഹാഡ് 3 children. The first was June, the second was July. What was the name of third child? പെട്ടെന്ന് തന്നെ ഓഗസ്റ്റ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റാണിയാണ്. ക്വസ്റ്റ്യൻ തന്നെ ആൻസർ ഉണ്ടായിരുന്നു. അതൊക്കെ പസിൽസിൽ വരും. അപ്പൊ റിഡിൽസ് ഇതാണ് കടങ്കഥകൾ. നമുക്ക് സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ എന്താന്ന് ആലോചിച്ചു, നമ്മൾ ജീവിയാന്നൊക്കെ വിചാരിച്ച് ആലോചിക്കും, പക്ഷെ ആൻസർ വേറെ ആയിരിക്കും. അപ്പൊ ഇതായിരുന്നു ആ ഒരു ഫീലൊക്കെ വരും. മറ്റേത് കുറച്ചിങ്ങനെ ചെയ്യേണ്ടത് മാത്തമാറ്റിക്കൽ അനാലിസിസ് ഒക്കെ വരുന്ന രീതിയിലുള്ളതാണ് പസിൽസിൽ കുറെയൊക്കെ വരുന്നത്. ഇത് തന്നെ ക്രോസ് വേർഡ് പസിൽസ് ഉണ്ട്, പിക്ചർ പസിൽസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് പസിൽസ് ഉണ്ട്. ഞാൻ ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പോലെ വരുന്ന പസിൽസ് മാത്രമേ ഇതിൽ എഴുതിയുള്ളൂ. വേറെ ഒന്നുമല്ല. 4ാമത്തെ റെക്കോർഡ് ബുക്ക്, 2ാമത്തെ തരാൻ പോകുന്ന കിഡ്സ് ആക്ടിവിറ്റി ബുക്കില് ഓൾറെഡി പസിൽസ് ആണ് കൂടുതലും. അതില് വേർഡ് പസിൽസും പിക്ചർ പസിൽസും ക്രോസ് വേർഡ് പസിൽസും എല്ലാം വരുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഇതിനകത്ത് എഴുതിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിൽ എഴുതുന്നത് തന്നെ അതിൽ റിപ്പീറ്റ് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. പുതിയത് എഴുതണം, അത്രയേ ഉള്ളൂ. പസിൽസ് എന്ത് വേണമെങ്കിലും എഴുതാം. പക്ഷെ ക്രോസ് വേർഡ് പസിൽസ് ഒക്കെ എഴുതുവാണെങ്കിൽ മറ്റേതിലും അത് തന്നെ റിപ്പീറ്റ് ചെയ്യരുതെന്നേ ഉള്ളൂ. പിക്ചർ യൂസ് ചെയ്ത പസിൽസ് എഴുതണമെങ്കിൽ അതും എഴുതാം. അപ് ടു എത്ര എണ്ണം എഴുതണം എന്നുണ്ടോ? എത്ര എണ്ണം?
ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ. പ്രോബ്ലംസ് 10 റീഡിങ്സ് 10 10 അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞേക്കണേ. ഏറ്റവും കുറവ് അതിൽ കുറഞ്ഞു പോരുത്, അതിൽ കൂടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. പേജ് നമ്പർ അനുസരിച്ച് നോക്കിയിട്ട് കൂടുതൽ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എഴുതാം. ഇനി ട്രഡീഷണൽ നോളജ് ഫ്രം ദി എൽഡേഴ്സ്. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു തന്ന കുറെ അറിവുകൾ നമുക്കുണ്ടാകും അല്ലെ? നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന പല അറിവുകളും ഉണ്ടായിരിക്കും. ട്രഡീഷണൽ നോളജ് ഫ്രം എൽഡേഴ്സ്. പക്ഷെ ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നോളജ് ഒരിക്കലും ഈ ബ്ലൈൻഡ് ബിലീഫ് ആകരുത്, അന്ധവിശ്വാസങ്ങളൊന്നും ആവരുത്. അത് ഫാക്റ്റ് ആയിരിക്കണം, സയന്റിഫിക് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അന്ധവിശ്വാസങ്ങളൊന്നും അത് ആയി വരരുത്, ഫാക്റ്റ് ആയിരിക്കണം. മാം ഒരു എക്സാമ്പിൾ പറയാമോ? പറയാലോ. ഞാൻ എഴുതിയതെല്ലാം തന്നെ മെഡിസിനൽ റെമഡീസ് ആയിരുന്നു കേട്ടോ. എനിക്ക് കൂടുതലൊന്നും ട്രഡീഷണൽ നോളജിനെ കിട്ടിയില്ല. അതായത് മാംഗോ ലീവ്സ് ആൻഡ് നീം സ്റ്റിക്ക് ആർ ഗുഡ് ഫോർ ക്ലീനിങ് ടീത്ത്. മാവിന്റെ ഇലയും മറ്റു വേപ്പിന്റെ ഒരു ചെറിയ സ്റ്റിക്കൊക്കെ പല്ല് ക്ലീൻ ചെയ്യാൻ നല്ലതാണ്. എന്റെ അമ്മൂമ്മ എനിക്ക് പറഞ്ഞു തന്നു, ഞാൻ അത് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് കാണുന്നുണ്ട്, സയന്റിഫിക് ആണ്. അതിന്റെ ഇതൊക്കെ നമ്മുടെ പല്ല് ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. സോ അത് ഞാൻ പറഞ്ഞു എഴുതി. പിന്നെ ക്ലോ ആൻഡ് കാർഡമം ആർ വെരി ഗുഡ് മൗത്ത് ഫ്രഷ്നേഴ്സ് അല്ലെ? നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സിന്തറ്റിക് ആയിട്ടുള്ള മൗത്ത് ഫ്രഷ്നേഴ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രാമ്പൂ ഏലോ നല്ലൊരു മൗത്ത് ഫ്രഷ്നറാണ്. പിന്നെ ബേൺ ഡ്രൈഡ് നീം ലീവ്സ് വിച്ച് വിൽ റിമൂവ് മോസ്കിറ്റോസ്. ഇങ്ങനെ ഉണങ്ങിയ വേപ്പിന്റെ ഇല കത്തിച്ചു കഴിഞ്ഞാൽ കൊതുക് ഉണ്ടാവില്ല. അതും പരീക്ഷ നോക്കി റിസൾട്ട് ഉള്ളത് തന്നെയായിരുന്നു, സയന്റിഫിക് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്വെല്ലിങ് വരുമ്പോഴേക്കും നമ്മൾ ചെറുതായിട്ട് ചൂടുള്ള ഉപ്പുവെള്ളം അവിടെ ഇങ്ങനെ ഒഴിക്കും. അപ്പൊ അത് സ്വെല്ലിങ്ങിന് നല്ലൊരു റെമഡിയാണ്. പിന്നെ ഈ ഇൻസെക്ട് ബൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ സ്റ്റിങ്ക് അങ്ങനെ എന്തെങ്കിലും കുത്തി, പ്രാണിയൊക്കെ കുത്തി അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അവിടെ മഞ്ഞളും തുളസിയും കൂടെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് വെക്കുവാണെങ്കിൽ നല്ലൊരു മെഡിസിൻ ആണ് ഇൻസെക്ട് ബൈറ്റ്സ് ഉള്ളത്. അങ്ങനെയുള്ള രീതിയിൽ എനിക്ക് ഒരു മിനിറ്റ് ഒന്ന് തരണേ. ഇത് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ഇങ്ങനെ ബ്ലൈൻഡ് ബിലീഫ്, കുറെ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ. കട്ടിലിരുന്ന് കാലാട്ടരുത്, നഖം വെട്ടരുത്, രാത്രി അലക്കരുത്, രാത്രി അരയ്ക്കരുത് എന്നൊക്കെ. അതൊക്കെ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരണ്ടൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ലൈക്ക് നമ്മുടെ അരയ്ക്കുന്ന കല്ലും അലക്കുന്ന കല്ലൊക്കെ പുറത്തായിരിക്കും. സന്ധ്യാസമയമൊക്കെ കഴിയുമ്പോൾ പ്രാണികളും ഇഴജന്തുക്കളും ഒക്കെ വരുന്ന സമയം. കേട്ടിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്, എനിക്കത് കണക്ട് ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ അരയ്ക്കുമ്പോ ഈ പ്രാണിയൊക്കെ അതിന് ഫുഡിന്റെ ഇതിനകത്തേക്ക് അരഞ്ഞു പോകാം, അല്ലെങ്കിൽ ഇടജന്തുക്കൾ വന്ന് നമുക്ക് അപകടം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പണ്ട് നെയിൽ കട്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല, കത്തിയോ ഒക്കെ വെച്ചിട്ടായിരിക്കും നഖം വെട്ടുന്നത്. അപ്പൊ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറണ്ടില്ല ഇരുട്ടത്ത് വെട്ടുമ്പോ മാറിപ്പോയി കൈ മുറിയാനുള്ള ചാൻസസ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ സമ്മതിക്കില്ല. കാരണം അവരോട് ഇപ്പൊ നമ്മൾ ചോദിച്ചാലും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നതെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാലും അവർക്കും എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. അവർ നമ്മളെ വഴക്ക് പറയും, അഹങ്കാരി എന്നോട് ചോദിക്കാൻ വരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവര് നമ്മളെ ഓടിച്ചു വിടും. അതല്ലേ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴത്തെ ജനറേഷനോടൊന്നും നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സോ അത് അപ്പൊ അങ്ങനെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. ഞാൻ എഴുതി വന്നപ്പോ എല്ലാം തന്നെ മെഡിസിനൽ ഇതാണ്. അത് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് റിസൾട്ടുമുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ. നമുക്ക് വയറിന് അസ്വസ്ഥത വരുമ്പോ നമ്മള് ഇഞ്ചിയും ഉപ്പും കൂടെ ചവച്ച് അതിന്റെ നീര് കഴിക്കും അല്ലെ, ആ ഒരു ഗ്യാസ് അങ്ങനത്തെ പ്രശ്നത്തിന് അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്.
പിന്നെ വോമിറ്റിംഗ് ടെൻഡൻസി വരുമ്പോൾ ഇത്തിരി ഉപ്പും പഞ്ചസാരയും കൂടെ ഒരു പ്ലെയിൻ വാട്ടറിൽ മിക്സ് ചെയ്ത് കുടിക്കുവാണെങ്കിൽ നമുക്ക് ആ ടെൻഡൻസി കുറയും, പിന്നെ ആ ക്ഷീണം മാറും. അതൊക്കെ എന്റെ അമ്മ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇതാണ് ട്രഡീഷണൽ നോളജ് ഫ്രം ദ എൽഡേഴ്സ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പിക്ചർ കളക്ട് ചെയ്യുകയും വേണം, അതിനെപ്പറ്റി ചെറിയൊരു ബ്രീഫിംഗ് കൊടുക്കുകയും വേണം. ഞാൻ ഓരോ പാരഗ്രാഫാണ് കൊടുത്തത്. അത് വണ്ടർഫുൾ ആനിമൽസ് ഓർ ക്രീച്ചേഴ്സ്. അനിമൽസ് ആകാം, ബേർഡ്സ് ആകാം, വേറെ എന്ത് രീതിയിലുള്ള ക്രീച്ചേഴ്സും ആകാം. ആ രീതിയിൽ അങ്ങനെ 5 എണ്ണത്തിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആദ്യം എഴുതിയത് വെജിറ്റേറിയൻ പിരാന എന്ന് പറഞ്ഞിട്ടൊരു ഫിഷ് ഉണ്ടല്ലോ, പിരാന. അത് വെജിറ്റേറിയൻ പിരാനയാണ് ഞാൻ എഴുതിയത്. മറ്റേ ഫ്ലഷ് ഈറ്റിംഗ് പിരാനയല്ല, വെജിറ്റേറിയൻ പിരാന. വെജിറ്റേറിയൻ പിരാനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെജിറ്റേറിയൻ പിരാനയുടെ പല്ല് നമ്മുടെ പല്ല് പോലെ ഇരിക്കും. ഇത് കേട്ടോ, നല്ല പോലെ നട്ട്സ് ഒക്കെ കടിച്ചു പൊട്ടിച്ച് കഴിക്കാൻ പാകത്തിലാണ് വെജിറ്റേറിയൻ പിരാനയുടെ പല്ലിരിക്കുന്നത്. അപ്പൊ അതിനെ പറ്റി ഒരു ചെറിയൊരു ബ്രീഫിംഗ്, ഒരു പാരഗ്രാഫ്. ഞാൻ 2 പിക്ചർ ഇങ്ങനെ ഒട്ടിച്ചു, 2നെ കുറിച്ചും ഓരോ പാരഗ്രാഫ് ഇങ്ങനെ എഴുതി. മാം അപ്പൊ ഒരു സൈഡിൽ മാത്രമേ എഴുതാവോളോ? അപ്പൊ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, പിക്ചർ ഒട്ടിച്ചിട്ട് അതിന്റെ താഴെ ഞങ്ങൾ എട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഒരു സെക്കൻഡ്. കൊറിയറുകാരെ നിന്ന് കുറെ നേരമായി വിളിക്കണമെന്നാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതുക. പിന്നെ ഈ വണ്ടർഫുൾ അനിമൽസിന്റെ കാര്യം പറഞ്ഞത് ഞാൻ എഴുതിയ രീതി ഇതാണ്. ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഒട്ടിച്ചു, റൈറ്റ് സൈഡിൽ എഴുതി. 2 ഒട്ടിച്ചു, 2നെ കുറിച്ചും എഴുതി വെച്ചു. ഒരു കുട്ടി എന്നോട് ചോദിച്ചത് 2 സൈഡും പ്ലെയിൻ ആണല്ലോ, അപ്പൊ നമ്മളൊരു പിക്ചർ ഒട്ടിച്ചു, അതിന്റെ താഴെ അതിനെ കുറിച്ചുള്ള ബ്രീഫിംഗ്. അടുത്ത പിക്ചർ ഒട്ടിച്ചു, അതിന്റെ താഴെ ബ്രീഫിംഗ്. അങ്ങനെ എഴുതിക്കൊണ്ടേ വെച്ചു. സത്യം നിങ്ങൾക്ക് നല്ല നീറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്, നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ എഴുതിക്കൂ. ചെറിയൊരു എക്സ്പ്ലനേഷൻ മതി കേട്ടോ. ടീച്ചർ എന്ത് ആനിമൽസിനെ കുറിച്ച് എഴുതാവോ? എന്തോ എന്ത് ആനിമൽസിനെ കുറിച്ച് എഴുതാവോ? അതിനൊരു പ്രത്യേകത ഉണ്ടായിരിക്കണം. അല്ല, ഇടയ്ക്ക് കോള് വന്നേരം കട്ടായി പോയായിരുന്നേ. അപ്പൊ അതിന് മുന്നേ എന്നാ പറഞ്ഞ ഞാൻ കേട്ടില്ല. വണ്ടർഫുൾ അനിമൽസ് ഓർ ക്രീച്ചേഴ്സ്. കാരണം നമുക്കൊരു പ്രത്യേകത, ഞാൻ എഴുതിയത് വെജിറ്റബിൾ പിരാനയായിരുന്നു. അപ്പൊ അതിനൊരു പ്രത്യേകതയൊക്കെ തോന്നി. പിന്നെ അതുപോലെ തന്നെ എഴുതിയത് ഒരു പ്രത്യേക ടൈപ്പ് ഒരു ബേർഡിനെ കുറിച്ചാണ്. ഓറഞ്ച് ഫ്ലാങ്ഡ് ബുഷ് റോബിൻ എന്ന് പറഞ്ഞിട്ടൊരു ബേർഡിനെ കുറിച്ചാണ്. പിന്നെ എഴുതിയത് ടാപ്പർ എന്ന് പറഞ്ഞിട്ടൊരു ആനിമലിനെ കുറിച്ചാണ്. കണ്ട ഒരു പിഗിനെ പോലെ ഇരിക്കും, പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻസ് ആണ്. ഇതിന് വേറെ ഏതാണ്ട് പേര് കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഓർക്കണില്ല. പിന്നെ എഴുതിയത് മുള്ളംപന്നിയെ പോലുള്ള ഒരു ഫിഷ്. ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ എഴുതിയത്. നിങ്ങൾക്ക് മുള്ളംപന്നി എഴുതാം, കാരണം ഇത് കൊർക്കുപെൻ, അതിനും പ്രത്യേകതകളുണ്ട്. ജിറാഫ് വണ്ടർഫുൾ അനിമൽ തന്നെയല്ലേ. സീബ്ര വണ്ടർഫുൾ അനിമലാണ്. കാങ്കറു വണ്ടർഫുൾ അനിമലാണ്. ഒരു വയറ്റിലൊരു സഞ്ചി പോലെ ഉണ്ട് കുട്ടിക്കിരിക്കാൻ. അതൊക്കെ നമുക്ക് എഴുതുമ്പോ അതിന്റെ പ്രത്യേകത എന്താണെന്ന് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് ഒരു ബ്രീഫിംഗ് ആണ് എഴുതേണ്ടത്. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാണി, പ്രേയിങ് മാന്റിസ്, അതും എഴുതിയിട്ടുണ്ട്. എന്റെ ട്രെയിനർ എത്ര സെന്റൻസ് വേണം മിസ്സേ? 5 സെന്റൻസ്. ഡീറ്റെയിൽസ് നിങ്ങൾക്കില്ലേ? നോക്കി. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിജിറ്റൽ പെയിന്റിംഗ് ആണ്. ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഒന്നുമില്ല. MS പെയിന്റിംഗ് ഇല്ലേ, കമ്പ്യൂട്ടറിൽ നമ്മൾ വരയ്ക്കില്ലേ, അതാണ്. അത് ഓപ്ഷണൽ ആണ്, ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം എല്ലാവർക്കും വീട്ടിലെ സിസ്റ്റം ഉണ്ടാവണമെന്നില്ല. പുറത്തു പോയി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള DTP സെന്ററിലെ സിസ്റ്റത്തിലൊന്നും ആ ഫെസിലിറ്റി ഇപ്പൊ ഇല്ല. പക്ഷെ ഫോണിൽ ചെയ്യാനായിട്ട് പറ്റും. പല ബാച്ചിലെ കുട്ടികൾ പറഞ്ഞു ഫോണിൽ അത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക. പക്ഷെ ചെയ്താലും ചെയ്തില്ലെങ്കിലും എങ്ങനെയാണ് MS പെയിന്റിംഗ് ചെയ്യുന്നതെന്നുള്ളത് പഠിച്ചിരിക്കണം, നല്ല പോലെ മനസ്സിലാക്കിയിരിക്കണം. കാരണം കൊച്ചുകുട്ടികൾക്ക് കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ട്, അവർ നേരെ കമ്പ്യൂട്ടർ ലാബിൽ കയറുന്നത്, ഇതാണ് അവരെ ചെയ്യിക്കുന്നത്. അപ്പൊ അവരുടെ ടീച്ചറായ നമുക്കത് അറിഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ. അതുകൊണ്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. റെക്കോർഡിൽ നിങ്ങൾ അതിന്റെ പിക്ചർ വെക്കോ വെക്കാതിരിക്കോ അത് ഓപ്ഷണൽ ആണ്, നോ പ്രോബ്ലം. പക്ഷെ അത് നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. ഞാൻ അന്ന് നമുക്ക് ജോമെട്രിക്കൽ ഷേപ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ അതിന് കിട്ടുന്നത്. ഞാൻ ചെയ്തത് എനിക്ക് 3 എന്തോ വെക്കണേ. ഞാൻ ചെയ്യുന്നവരോടൊരു കാര്യം പറയാം, നിങ്ങൾ കളർ പ്രിന്റ് ഔട്ട് എടുക്കണ്ട. വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങൾ ഉള്ളവർ ചെയ്താൽ മതി. കളർ അല്ലാത്തുള്ളവരെ കളർ പ്രിന്റ് ഔട്ട് എടുക്കണ്ട. കാരണം കളർ പ്രിന്റ് ഔട്ടിന് ഭയങ്കര റേറ്റ് ചോദിക്കും, പുറത്തു പോയി എടുക്കണം. അപ്പൊ നമ്മള് സാധാരണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ ക്രയോൺസോ കളർ പെൻസിൽസോ വെച്ചിട്ട് അത് കളർ ചെയ്ത് വെച്ചാൽ മതി. പക്ഷെ MS പെയിന്റ് സിസ്റ്റത്തിൽ വരയ്ക്കാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതുകൊണ്ട് ഇത് ഓപ്ഷണൽ ആണ്, റെക്കോർഡിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? ക്ലിയർ ആയോ പറഞ്ഞത്? മാം നമ്മൾ MS പെയിന്റിൽ പെയിന്റ് ചെയ്തിട്ട് അതിനെ പ്രിന്റ് ഔട്ട് എടുത്ത് സ്റ്റിക്ക് ചെയ്യണം അല്ലെ? അതല്ലേ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ. അത് എല്ലാവർക്കും ചിലപ്പോൾ അതിനുള്ള സൗകര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്ന് കരുതിയിട്ട് അത് അറിയാതിരിക്കരുത്. നല്ല പോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ളതാണ്. അതുപോലെ വരയ്ക്കാൻ പറ്റുമോ മാം? വരച്ച് ചെയ്യാൻ പറ്റുമോ? വരച്ചിട്ട് കാര്യമില്ലല്ലോ, ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, സിസ്റ്റത്തിൽ എങ്ങനെ വരയ്ക്കണം എന്നുള്ളതല്ലേ നമ്മൾ പഠിക്കണ്ടേ. കൈകൊണ്ട് വരച്ചിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ്. ഇതൊരു ഹെഡിങ് ആണ് കേട്ടോ. അതിന്റെ സബ് ഹെഡിങ്സ് ആണ് ഈ താഴെ 1, 2, 3 15 വരെ ഉള്ളത്. ഇത് റെക്കോർഡിന്റെ ഒരു പേജില് മിഡിലായിട്ട് ഇങ്ങനെ ഒരു വലിയ രീതിയിൽ ഈ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അടുത്തടുത്ത പേജുകളിലായിട്ട് ഈ പിക്ചേഴ്സ് ഒട്ടിച്ചു വരും. ഡൊമസ്റ്റിക് അനിമൽസ് 5 എണ്ണം, വൈൽഡ് അനിമൽസ് 5 എണ്ണം, അങ്ങനെ ഓരോന്നായിട്ട് ഒട്ടിക്കുക. അപ്പൊ ഫസ്റ്റ് എനിക്കൊരു ചെറിയൊരു പ്രശ്നം പറ്റിയെന്നു വെച്ചാല് ഞാൻ റൈറ്റ് സൈഡിൽ മാത്രം ഇങ്ങനെ ഒട്ടിച്ചു പോയി. അപ്പൊ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടന്നു. നമുക്ക് പിക്ചേഴ്സ് മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നും എഴുതാനില്ലല്ലോ. അത് പിന്നെ 2 സൈഡിൽ ഒട്ടിച്ചപ്പോ കുറച്ചുകൂടെ നീറ്റായി. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സൈഡിലും ഒട്ടിച്ചു തുടങ്ങാം. അല്ലെങ്കിൽ ഒരു സൈഡ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കും. കുറച്ചങ്ങ് ചെന്നപ്പോ എനിക്ക് തോന്നി 2 സൈഡിൽ ഒട്ടിക്കാനോ തോന്നി. ഇങ്ങനെ എഴുതാനൊന്നുമില്ല. ചില കുട്ടികൾ എന്നോട് ചോദിച്ചു ഓരോന്നിനെ കുറിച്ചും ചെറുതായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇവിടെ പേസ്റ്റ് ചെയ്യുക, പിക്ചേഴ്സ് പേസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് വരയ്ക്കാം. നമുക്ക് വലിയൊരു ചാർട്ട് പോലെ ഒരു സ്ട്രിപ്പ് പോലെ വാങ്ങാനൊക്കെ കിട്ടും. ഇത് പേപ്പർ മാർട്ടിന്നും ബുക്ക് ഷോപ്പിൽ നിന്നും ഒക്കെ 5 രൂപയൊക്കെ കൊടുക്കുമ്പോൾ കുറേ ഉണ്ടാകും അതിൽ. പിന്നെ ഇതിന് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫിഷസ് നിങ്ങൾക്ക് അറിയാം, ഫ്ലവേഴ്സ് അറിയാം, വെജിറ്റബിൾസ് അറിയാം, ഫ്രൂട്ട്സ് അറിയാം, ട്രീസ് അറിയാം. ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഫാൻ, വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, അങ്ങനത്തെ കുറെ വീട്ടിൽ റെഫ്രിജറേറ്റർ, അങ്ങനെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളില്ലേ, അതാണ് ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ്. പിന്നെ ക്ലാസ് റൂം എക്യുപ്മെന്റ്സ്, ചോക്ക്, ബെഞ്ച്, ഡെസ്ക്, ബോർഡ്, ഗ്ലോബ്, മാപ്പ്, അങ്ങനെ ക്ലാസ് റൂമിൽ വരുന്ന എക്യുപ്മെന്റ്സ് ഇല്ലേ അത്. പിന്നെ എക്സ്റ്റേണൽ പാർട്സ് ഓഫ് ഹ്യൂമൻ ബോഡി അറിയാം, ഇന്റേണൽ പാർട്സ് ഓഫ് ഹ്യൂമൻ ബോഡി അറിയാലോ. പിന്നെ ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ്, അത് ഞാൻ ഇന്ത്യയിലെ ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് ആണ് എഴുതിയത്. താജ്മഹൽ, കുത്തബ് മിനാർ, രാജ്ഘട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിലെ കാര്യങ്ങൾ എഴുതി. അത് വേൾഡ് വൈഡ് ഉള്ളത് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. പിന്നെ 7 വണ്ടേഴ്സ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ അങ്ങനെയും കളക്ട് ചെയ്ത് ഒട്ടിക്കാം. പിന്നെ വെഹിക്കിൾസ്, ഞാൻ എല്ലാ വെഹിക്കിൾസും കൂടെ ഒരുമിച്ച് എഴുതിയത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാം, റോഡിലൂടെ പോകുന്നത്, വെള്ളത്തിലൂടെ പോകുന്നത്, എയറിലൂടെ പോകുന്നത്, ആ രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതണമെങ്കിൽ അങ്ങനെയും എഴുതാം. പിന്നെ നാച്ചുറൽ തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, മഴ, ലൈറ്റ്നിങ്, പുഴ, കല്ല്, ഹ്യൂമൻ ബീയിങ്, ഫ്രൂട്ട്സ്, ട്രീസ്, ഇതെല്ലാം നാച്ചുറൽ തിങ്സ് ആണല്ലോ.
ഒക്കെ എഴുതാം. വർക്കിംഗ് പേഴ്സൺ, ഓരോ പ്രൊഫഷണലിലുള്ള ആൾക്കാര്, ടീച്ചർ, ഡോക്ടർ, എഞ്ചിനീയർ, ബേക്കർ, ഗ്രോസർ, നഴ്സ്, മെക്കാനിക്, കോബ്ലർ, ബ്ലാക്ക് സ്മിത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞ പല പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരില്ലേ, ഫാർമർ, സോൾജിയർ, പോലീസ്മാൻ, അങ്ങനെയുള്ളത് അങ്ങനെ എഴുതാം. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ഇതെല്ലാം ഒരു റെക്കോർഡ് ബുക്കിലല്ലേ ചെയ്യണ്ടേ ഇപ്പൊ പറഞ്ഞതെല്ലാം? ഇത് ഫസ്റ്റ് റെക്കോർഡ് ബുക്കില് മൈ കളക്ഷൻ ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ റെക്കോർഡ് ബുക്കിലെ ഡീറ്റെയിൽസ് ഇപ്പൊ തന്നത്. മാം ഈ ലാസ്റ്റ് പറഞ്ഞ സെക്ഷനിൽ നമ്മള് പിക്ചർ മാത്രം ഒട്ടിച്ചാൽ മതിയോ? ഇപ്പം മാം 1-2 ലൈൻ ആഡ് ചെയ്യണമോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അത് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ശരിക്കും പിക്ചർ കളക്ട് ചെയ്ത് ഒട്ടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ചിലർക്ക് അത് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ താല്പര്യമുണ്ട്, അങ്ങനെ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇറ്റ്സ് യുവർ വിഷ്. അല്ലാതെ നിർബന്ധമാണോ എന്ന് ചോദിച്ചത്? നിർബന്ധമില്ല. നമ്മൾ ആകെ പിക്ചർ കളക്ട് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ റെക്കോർഡിൽ അത്രയേ ഉള്ളൂ. ഓക്കെ, നന്നായിട്ട് ചെയ്യാം. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? മാം സബ്മിഷൻ ഡേറ്റ് ഉണ്ടോ? എന്തോ Submission date ഉണ്ടോ? നിങ്ങളായിട്ട് പറയാം. ഓക്കെ. ഓക്കെ, ഓക്കെ then bye. Thank you, ma'am. Thank you for the class. Thank you, ma'am. Thank you, my dear friends. Thank you, ma'am. Thank you so much. താങ്ക് യു മാം. താങ്ക് യു Thank you, ma'am. താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു മാം.